പക്ഷേ ബ്രോ, സെപ്റ്റോ ആണോ ബ്ലിങ്കിറ്റ് ആണോ, ഏതാ യൂസ് ചെയ്യുന്ന സ്ഥിരമായിട്ട്? ഞാനിപ്പോൾ കുറവാണ്, രണ്ടും കടയിൽ പോകാനാണ് ഇഷ്ടം. കാരണം സൊമാറ്റോ തന്നെ ഇപ്പം തന്നെ പണ്ട് 80 രൂപ കിട്ടിയ ബിരിയാണി ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ 200 രൂപ കൊടുത്താലും കിട്ടുന്നില്ല. അപ്പോൾ അതേപോലെ ഒരു ട്രാപ്പിൽ പെടണ്ട എന്നുള്ള ഒരു ചിന്തയിലാണ്. അത് കറക്റ്റാണ്. എന്തായാലും ആ ഒരു ജേണി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷെ അതിപ്പോൾ റീസെൻറ്റ് സ്റ്റഡീസ് ഉണ്ടായിരുന്നു, അതായത് 20-30%, അതായത് ബാംഗ്ലൂരിൽ, എസ്പെഷ്യലി ബാംഗ്ലൂരിലുള്ള 65% സൂപ്പർ മാർക്കറ്റുകളിൽ 20-30% സെയിൽസ് ഡ്രോപ്പ് ആയിട്ടുണ്ട്. അത് ഒബ്വിയസ്ലി നമ്മളെ കമ്മ്യൂണിറ്റിനെ വല്ലാണ്ട് എഫക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. നമ്മളത് തിരിച്ചറിയുമെന്ന് അറിയത്തില്ല, പക്ഷെ അത് നമ്മളുടെ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, നമ്മുടെ ഫാമിലിയിലെ ഒരുപാട് പേര് ഇവിടെ ബിസിനസ് ചെയ്യുന്നുണ്ടല്ലോ. 20-30%. വേറെ എന്തോ ഒരു കണക്കുണ്ടായിരുന്നു, 100ഓളം സൂപ്പർ മാർക്കറ്റുകൾ ക്ലോസ് ആയിട്ടുണ്ട് ഇപ്പോൾ റീസെന്റ്. മലയാളികളാണല്ലോ കൂടുതലും എഫക്ട് ചെയ്യുന്നത്. ബാംഗ്ലൂർ സ്വപ്നങ്ങളുടെ പർദീസയാണെന്ന് പറയാറുണ്ട്. കഷ്ടപ്പെടാൻ മനസ്സുള്ളവന് എല്ലാം നൽകുന്ന ഡ്രീം സിറ്റി. ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ഇവിടെ മതം, ദേശം, വർഗം, ജാതി ഇതൊന്നുമില്ല. പണിയെടുക്കുക, പണമുണ്ടാക്കുക. ഓരോരുത്തർക്കും ആവശ്യം വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളെയാണ്. വിശ്വസിച്ചാൽ പിന്നെ ഒരു തിരിച്ചുപോക്കില്ല. ഈ സിറ്റി ബിൽഡ് ചെയ്തിരിക്കുന്നത് അത്തരം സ്വപ്നം കാണുന്നവർ തന്നെയാണ്, പ്രത്യേകിച്ച് മലയാളികൾ തന്നെയാണ് ബംഗളൂരുവിൽ ഏറ്റവും കൂടുതൽ സൂപ്പർ മാർക്കറ്റുകൾ, ബേക്കറികൾ, റെസ്റ്റോറൻറ്റുകൾ തുടങ്ങി മുൻനിര കോർപ്പറേറ്റ് കമ്പനികൾ വരെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അത്തരമൊരു വിഷയവുമായി തന്നെയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ നമുക്കൊരാളുണ്ട് ഇന്ന്. ഇതിനെ നമ്മൾക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന്, എത്രത്തോളം സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ വേണ്ടി അതിന് പറ്റിയ ഒരാളുണ്ട്. ബാംഗ്ലൂർ മർച്ചൻ്റ് അസോസിയേഷൻ BMAയുടെ ട്രഷററും ആശീർവാദ് സൂപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിൻ്റെ പാർട്ട്ണറുമായ ശ്രീ ഫൈസൽ ഉസ്മാൻ. ഫൈസൽക്ക് ഇപ്പോഴത്തെ പുതിയ സാഹചര്യങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആദ്യമേ എൻ്റെ ഈ ഒരു പരിപാടിക്ക് ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്, നന്ദി പ്രകടിപ്പിക്കുന്നു. ഞാൻ ഇപ്പം നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം പറയുമ്പോൾ പിന്നോട്ടേക്ക് ഒന്ന് ഫ്ലാഷ് ബാക്ക് അടിക്കുന്നത് നന്നായിരിക്കും. കാരണം വെച്ചാൽ ഇവിടെ ഒന്നുമില്ലാത്ത സമയത്ത് വെറും നമ്മൾ ഗാർഡൻ സിറ്റി എന്ന് പറയുന്നത്, അന്നേരം ഗാർഡൻ അല്ല, ശരിക്കും പറയാൻ ഫോറസ്റ്റ് എന്നൊക്കെ പറയാം, ആ രീതിയിലായിരുന്നു ബാംഗ്ലൂർ ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ പൂർവികന്മാർ, ഞാനിപ്പോൾ വന്നിട്ട് ഒരു 20 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാംഗ്ലൂരിൽ. പക്ഷേ അതിൻ്റെ മുന്നേ ഇവിടെ കച്ചവടം ചെയ്തുകൊണ്ട് നിന്ന ആളുകൾ, അവരാണ് ശരിക്കും എന്ന് പറയാം ഇതിൻ്റെ ഒക്കെ തുടക്കക്കാരെന്ന് പറയാം, ഈ നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റ് കൺസെപ്റ്റൊക്കെ. അപ്പോൾ അതിൽ അവർ ഹോം ഡെലിവറി ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും മലയാളീസാണ് എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അത് ശരിയാവാം, അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രായത്തിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് സൂപ്പർ മാർക്കറ്റ് കൺസെപ്റ്റ്, പണ്ടൊക്കെ ഒരു ചെറിയൊരു വെട്ടിക്കട എന്നൊക്കെ പറയുന്ന രീതിയിലൊരു അനാദിക്കട, അത് മാത്രമായിരുന്നു ഉണ്ടായത്. പിന്നീടാണ് ഗ്രാജുവലി അത് ട്രാൻസ്ഫോം ചെയ്തുകൊണ്ട് നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറിയത്. ഇപ്പോൾ അതിൽ ഇവരൊക്കെ നന്നായിട്ട് പങ്ക് വഹിച്ചിട്ടുണ്ട്, ഈ പഴയ ആളുകളൊക്കെ. ഇപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ ബാംഗ്ലൂരിനെ കാണുമ്പോൾ ശരിക്കും വളരെ വിഷമം തോന്നുന്നൊരു ഘട്ടത്തിലാണുള്ളത്. കാരണം വെച്ചാൽ ആ സമയത്ത് ഞങ്ങൾ ട്രഡീഷണലായിട്ട് ചെയ്ത പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഞങ്ങൾ തുടങ്ങി വെച്ച പല കാര്യങ്ങളും, ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പല കാര്യങ്ങളും, അതിൻ്റെ ലേറ്റസ്റ്റ് ടെക്നോളജിയും അതുപോലെ തന്നെ ഫണ്ടിങ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മാസീവ് ലെവലിൽ പല പ്ലേയേഴ്സും വന്ന് കളിക്കുകയാണ്. അതാണ് നിങ്ങൾ ഈ പറഞ്ഞ സെപ്റ്റോവും ബ്ലിങ്കിറ്റും ഇൻസ്റ്റാമാർട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായും കോമ്പറ്റീഷൻ എപ്പോഴും നല്ലതാണ്. ദാറ്റ്സ് ഹെൽത്തി കോമ്പറ്റീഷൻ ഇസ് ഓൾവേസ് ഗുഡ്. അതിനെ ആരും നിരാകരിക്കാൻ പാടില്ല. കാരണം വെച്ചാൽ ഒരു മോണോപ്പൊളി മാർക്കറ്റ് ആയിപ്പോവുക, തോന്നിയ രീതിയിൽ ഞങ്ങൾ ഒരു റേറ്റ് ഫിക്സ് ചെയ്ത് സാധനം സെയിൽ ചെയ്യുക, അത് ഏത് ബിസിനസ്സിനും നല്ലതല്ല. അത് പൊതുവെ ജനങ്ങൾക്കൊക്കെ എന്താ പറയുക, അത് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ അതോടൊപ്പം ഒരു ഫെയർ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഉണ്ടാവുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. അതാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ബാംഗ്ലൂർ പോലത്തെ സിറ്റിയിൽ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. ഫെയർ ലെവൽ പ്ലേയിങ് പറഞ്ഞാൽ മനസ്സിലായില്ല. ഒരു പ്രായമുള്ള ഒരാളും ഒരു കുട്ടിയും തമ്മിലും മത്സരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അതിൽ വിജയിക്കുക എന്തായാലും അത് മുതിർന്ന ഒരാളായിരിക്കുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല, ഇത് ഇവനാണ് വിജയ് എന്ന് കണക്ക് കൂട്ടാൻ പറ്റില്ല. പക്ഷേ നമുക്കൊരു ഫെയർ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് തരികയാണെങ്കിൽ തീർച്ചയായും നമുക്കൊരു ഹെൽത്തി കോമ്പറ്റീഷനോട് കാര്യം നടത്താൻ പറ്റും. അതിൽ
ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് പോളിസീസ് ചേഞ്ച് വരുത്തേണ്ടതുണ്ട്. അതാണ് എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാനൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം പ്രോബ്ലംസൊക്കെ ഫേസ് ചെയ്തപ്പോൾ ഒരു സംഘടിതമായിട്ട് നമുക്ക് കാര്യങ്ങൾ നടത്തണം എന്നില്ലല്ലേ. നാട്ടിലൊക്കെ വ്യാപാരി വ്യവസായം ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല. ഇവിടെ പല രീതിയിലുള്ള ചെറിയകിടമായിട്ടുള്ള പല സംഘടനകളുണ്ട്, ചെറുതല്ല, വളരെ പവർഫുൾ ആയിട്ടുള്ള ഈ സൊസൈറ്റിന് ഉപകാരപ്പെടുന്ന രീതിയിൽ പല സംഘടനകളും ഇവിടെ പല മതക്കാരും എല്ലാത്തതും ഇവിടെ ഒരുപാടുണ്ട്. പക്ഷേ നമ്മുടെ പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കുകയും അത് അഡ്രസ്സ് ചെയ്യാനും അതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു അസോസിയേഷൻ നമുക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് 2017 കുറച്ച് ഷോപ്പുകൾ കൂടിക്കൊണ്ട് HSR ലേഔട്ടിൽ അവിടെ വെച്ചിട്ട് തുടങ്ങി വെച്ച ഒരു അസോസിയേഷനാണ് ഈ ബാംഗ്ലൂർ മർച്ചൻസ് അസോസിയേഷൻ, BMA എന്നുള്ളത്. BMA കുറിച്ച് എനിക്ക് തോന്നുന്നു ഈ ബിസിനസ്സുകാരുടെ ഇടയിൽ ഒരു നോളജ് ഉണ്ടെന്നെങ്കിലും പബ്ലിക്കിൻ്റെ ഇടയിൽ അത്രത്തോളം നമ്മൾ പോലുള്ള സാധാരണക്കാരുടെ ഇടയിൽ ഈ BMAയുടെ പ്രവർത്തനങ്ങളും അതിനെ കുറിച്ചുള്ള അവയർനെസ്സുകളും എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് BMAയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ ഒരു ഇടപെടലുകൾ എങ്ങനെയാണ്, അതിനെക്കുറിച്ചിട്ട് ഒന്ന് വിശദമാക്കാം. 2017 ഞാൻ പറഞ്ഞതുപോലെ 2017 BMA ഫോം ചെയ്തത്. അപ്പോൾ BMA ഫോം ചെയ്യുമ്പോൾ നമുക്കൊരു പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ചില റൈറ്റ്സ് നമുക്ക് കിട്ടേണ്ടത് അത് തുടങ്ങാൻ കാരണം വെച്ചാൽ ഐ ഡോണ്ട് നെയിം ദി ബ്രാൻഡ്, ഒരു ബ്രാൻഡ് അവരുടെ പ്രൊഡക്റ്റ് ഒരു ഷോപ്പിൻ്റെ ഒരു ലൊക്കാലിറ്റീൻ്റെ ഇടയിൽ ഒരു അപ്പാർട്ട്മെൻറ്റിൽ അവരെ ഫ്രിഡ്ജിൽ സാധനം വെച്ചിട്ട് സെയിൽ തുടങ്ങി. എപ്പോഴെന്ന് വെച്ചാൽ സെയിൽ തുടങ്ങി വെച്ചാൽ ആവശ്യമുള്ള ആൾക്കാർക്ക് കാശ് കൊടുത്തിട്ട് വാങ്ങിക്കുക, എല്ലാത്തവർക്കും ഫ്രീ ആയിട്ട് വാങ്ങിക്കുക, ആ രീതിയിലായിരുന്നു അപ്രോച്ച് ഉണ്ടായത്. ഇപ്പോൾ നമ്മളിങ്ങനെ നോക്കി വെക്കുക, ഈ ഔട്ട്ലെറ്റ് എന്താ പറയുക, ഇങ്ങനെ ഈ ബ്രാൻഡ് നമ്മളെത്തും സാധനം വെക്കുക, അവിടെയും വെക്കുക. രണ്ടിടത്ത് വെക്കുന്ന സമയത്ത് നമ്മളെ സെയിൽ അത് ഡ്രോപ്പ് ആവുക. അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അവരോട് സംസാരിക്കുകയും അവരത് എന്താ പറയുക ശരിയായ രീതിയിൽ അഡ്രസ്സ് ചെയ്യാത്തത് കൊണ്ട് കുറച്ച് ആളുകൾ കൂട്ടം ചേർന്നുകൊണ്ട് ഒരു വോയിസ്, അങ്ങനെയാണല്ലോ നമ്മുടെ വോയിസ് അങ്ങ് കേൾക്കണമെങ്കിൽ കുറച്ച് ആളുകൾ ഒരുമിച്ചിട്ട് ലൗഡ് സംസാരിച്ചാൽ മാത്രമാണല്ലോ. പക്ഷെ അങ്ങനെയാണ് ഈ ഒരു BMA നമ്മൾ ഫോം ചെയ്തത്. ഇപ്പം അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് എന്താ പറയുക, ഇനി നമുക്ക് കുറേ കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്. നമ്മളത് മുൻകൂട്ടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ പറഞ്ഞല്ലോ ഈ ആളുകളിൽ അറിയപ്പെടാതിരുന്നത്, ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെയുള്ള കച്ചവടക്കാരൊക്കെ അവരുടെ ഫാമിലി ചിലപ്പോൾ നാട്ടിലായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ പോലും രാവിലെ 7 o'clock സ്റ്റാർട്ട് ചെയ്ത് രാത്രി 10-11 മണി വരെ അവർ തന്നെ ആയിരിക്കും ചിലപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക, അവർ തന്നെ ആയിരിക്കും ബില്ലിങ്ങിൽ ഉണ്ടാവുക, അവർ തന്നെ ആയിരിക്കും പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പം ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ് മിക്കവാറും ഔട്ട്ലെറ്റുകളും വർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ ഈ കാലം കുറേ അത് മാറി. ഇപ്പം കുറേയും കൂടി എന്താ പറയുക ആളുകൾ മാനേജേഴ്സിനൊക്കെ വെച്ച് അതിൻ്റെ രീതിയിൽ കുറച്ചൊക്കെ ഫ്രീ ടൈം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി കുറച്ച് ആളുകൾ വേണം. അങ്ങനെയാണ് നമ്മളൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു അങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് ഇത് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഇതിൽ വന്നത്. അപ്പോൾ അതിനിടയിലാണ് കോവിഡൊക്കെ വന്നത്. കോവിഡ് വന്ന സമയത്തൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു സ്ഥിതിയിൽ നമ്മൾ BMA ഫുള്ളി ചാരിറ്റബിൾ ആയിട്ട് സംഗതി അല്ലെങ്കിലും നമ്മൾ ബിസിനസ് മൈൻഡ് സെറ്റോട് കൂടിയാണല്ലോ. പക്ഷെ നാടുമായിട്ട് വ്യത്യാസം നോക്കാൻ നാട്ടിലെ ഒരു അസോസിയേഷൻ നോക്കുമ്പോൾ നമ്മൾ കുറേയും കൂടി നമ്മൾ വെറും റൈറ്റ്സ് അല്ലാത്ത രീതിയിലാണെങ്കിൽ നമ്മൾ ഒരു എന്താ പറയുക അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ സംഭവമൊന്നുമില്ല. നമ്മൾ വളരെ എന്താ പറയുക ശാന്തപരമായിട്ടും വളരെ എന്താ പറയുക നമുക്ക് അവകാശപ്പെട്ടത് മാത്രം നേടിയെടുക്കുക എന്നുള്ള ഇതാണ്. ശരീര കാര്യത്തിനൊക്കെ എന്തെങ്കിലും ഒരു അടിപിടി ഉണ്ടാക്കുക അങ്ങനെ ഒരു ഉദ്ദേശമൊന്നും നാളെ BMA ഇല്ല BMA സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതന്നെ അതിൻ്റെ വിജയവും. ഇപ്പോൾ നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ നിയർലി 500+ സൂപ്പർ മാർക്കറ്റ്സ് നമ്മുടെ BMAയിൽ ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. അതെ അതൊരു നമ്മുടെ ഒരു ക്രൈറ്റീരിയ വെച്ചിരിക്കുകയാണ്. കാരണം വെച്ചാൽ നമ്മൾ എല്ലാവരും ഒരേ എയിം ആയിരിക്കണമല്ലോ, നമുക്ക് കിട്ടുന്ന മാർജിനും കാര്യമൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഒരു 1000 square feet പ്ലസ് ഉള്ള ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അത് ദാറ്റ് ഗോസ് ടു അറൗണ്ട് 10,000, 20,000, 40,000 വരെ സ്ക്വയർ ഫീറ്റുള്ള ഔട്ട്ലെറ്റ്സ് ഞങ്ങളെ കീഴിലുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു BMA നമ്മൾ രൂപീകരിച്ച ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ പലതും ഞങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. അത് മാർജിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ പറഞ്ഞ മാതിരി പല രീതിയിലുള്ള അനാവശ്യ പിരിവുകൾ വരാറുണ്ട്. ഓരോരുത്തർ വന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടും മറ്റേ. ഇപ്പം നമ്മൾ ഏതായാലും കേരളീയരാണ് എന്നുള്ള ഒരുപാട് വർഷം ഇവിടെ ഉണ്ടെങ്കിലും ആ ഒരു സ്റ്റാമ്പ് എപ്പോഴും ഞങ്ങൾ ഉണ്ടാവാറുണ്ട്.
പക്ഷെ അതൊക്കെ നേരിടാൻ നമ്മൾ ഈ BMA വന്ന സമയത്ത് എല്ലാവർക്കും ഒരു ധൈര്യം വന്നു. ഇത് നമുക്ക് എന്തെങ്കിലും വിഷയം വരികയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ രീതിയിൽ ഞങ്ങൾ സഹകരിച്ച് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ സ്റ്റാഫ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പല സ്റ്റാഫുകൾ നമുക്ക് സ്കിൽഡ് അൺസ്കിൽഡ് സ്റ്റാഫുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ അങ്ങനെ ഒരുപാട് മേഖലയിൽ നമുക്കത് നമ്മൾ BMA പ്രസൻസ് എടുത്താണ്. അപ്പോൾ അതിനുശേഷമാണ് നമ്മളത് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ബിസിയാണ് നമ്മൾ ഇതിൽ പെട്ടത്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു ടൈം ലാഗ് നമുക്ക് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ തോൽക്കാൻ തയ്യാറല്ല എന്നുള്ള ഇതിൽ തന്നെ ഞങ്ങളുള്ളത്. ചാലഞ്ചസ് ഒരുപാടുണ്ട് ഈ ഓൺലൈൻ വന്നത് കൊണ്ട്. ഇപ്പോൾ ഓൺലൈൻ്റെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഓൺലൈൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ ഒരു VC ഫണ്ടിങ് ഒക്കെ വെച്ചിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. മിക്കവാറും ഷോപ്പുകളൊക്കെ എന്ന് വെച്ചാൽ ലോണൊന്നും എടുക്കാതെ അധികം ആൾ അങ്ങനെ കാണുന്നത്. അവരെ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ ഫാമിലിയുടെ ഇടയിലുള്ള ആളുകളെ ഒരു ഇൻവെസ്റ്റേഴ്സായിട്ട് കൂട്ടി. ഇപ്പോൾ നമ്മൾ എവറി ഇയർ നമ്മൾ സ്റ്റോക്ക് ചെക്കിങ് ചെയ്ത് ഒരു എമൗണ്ട് കിട്ടി കഴിഞ്ഞാൽ അതിലൂടെയാണ് പല ഫാമിലീസും ചിലപ്പോൾ അവിടെ മാനേജേഴ്സ് ഉണ്ട് അവരുടെ ഫാമിലികളും പല രീതിയിൽ ആളുകൾക്ക് അത് ഡിവൈഡ് ചെയ്ത് ഷെയർ ചെയ്തിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഫണ്ടിങ് ഇടുക, വാല്യൂഷൻ കൂട്ടുക എന്നാണ് ഒരു കമ്പനിയുണ്ട്. നമ്മൾ വാല്യൂഷൻ കൂട്ടുക, അൾട്ടിമേറ്റ്ലി IPOയിലോട്ട് പോവുക. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ നോക്കേണ്ട ആവശ്യമില്ല. ദെയർ റവന്യൂ ആക്ച്വലി ഈസ് ദി സെയിൽസ്. ഞങ്ങളൊക്കെ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന ലെവലിലാണ് ഞങ്ങൾ അതിന് കാണുക. അവരെ ടേംസിലാണ് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ മച്ച് സെയിൽസ് വി ഹാവ് ഡൺ. അതെ, പ്രോഫിറ്റ് അല്ല. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലേറ്റസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വന്നതിലൊക്കെ അവർ 1000-something crores ലോസിലാണ്. എല്ലാ കമ്പനീസും അങ്ങനെയാണ്. അപ്പം അത് വെച്ച് നോക്കും നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കൊരു പ്രൊഡക്റ്റ് ഒരു 100 rupees വരുന്നൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്കതിൻ്റെ ഒരു MRP 100 ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് വരുന്നുണ്ടാവും ഒരു 80-85 rupees നമുക്ക് കമ്പനി തരുന്നുണ്ടാവും. ഇതേ സാധനം ചിലപ്പോൾ ഓൺലൈനിൽ നോക്കുമ്പോൾ അത് 50-യും 60-യും അങ്ങനെ ആ പ്രൈസിലൊക്കെയാണ് അവർ കസ്റ്റമറിന് കൊടുക്കുന്നത്. ഇത് 2-3 ഘടകമുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഇങ്ങനെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ഒഴിവാക്കി ഡയറക്റ്റിലാണ് അവർക്ക് സാധനം വരിക. കറക്റ്റ്. ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അങ്ങനത്തെ ആളുകൾ ഉണ്ടാവില്ല. അതാണ് ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലം. അതാണ് അവർക്ക് ഇപ്പം എനിക്കറിയുന്ന തന്നെ കാഡ്ബറീസിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്. അവർ 5.5 CR ചെയ്തുകൊണ്ട് നിന്നത് അവർ ഡിമാർട്ടൊക്കെ സപ്ലൈ ചെയ്തുകൊണ്ട് നിന്നതായിരുന്നു. അപ്പോൾ അവർ അതൊക്കെ കട്ട് ചെയ്ത് ഡയറക്റ്റ്ലി അവർക്ക് ഡിമാർട്ടിലേക്ക് സപ്ലൈ തുടങ്ങി. അപ്പൊ ഈ ഡയറക്റ്റ്ലി അതെ. അപ്പൊ ഡയറക്റ്റ്ലി കൊടുത്തപ്പോൾ എന്തായി, ഇതുപോലെ ഇവരും ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്ത ആൾക്കാരാണ്. ഇവരെ കീഴിൽ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ അവർ എന്തായി ആ ഡിസ്ട്രിബ്യൂട്ടർ അത് ഒഴിവാക്കേണ്ടിയിരുന്നു. കാരണം ഡയറക്റ്റ്ലി അവർ സെയില് 1.5 CR എത്തി. അവർ എക്കോസിസ്റ്റം കൊളാപ്സ് ആയി. അവർക്ക് അത് മുന്നോട്ട് പോകാനുള്ള ഒരു ഇതില്ല, ശേഷിയില്ല. എപ്പോൾ എന്താ പറയുക, അങ്ങനെ കമ്പനീസ് ശരിക്കും പറയുകയാണെങ്കിൽ അവരവരുടെ ബ്രാൻഡുകൾ ഓൺലൈനിൽ പ്ലേസ് ചെയ്തുകൊണ്ട് അവരെ പക്ഷെ മനസ്സിലാക്കുന്നില്ല ഇതിൻ്റെ പിന്നീട് ഒരു ത്രെറ്റ് ഉണ്ട്. അതിലേക്ക് പോകുകയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ മുന്നേ സൊമാറ്റോ ഒക്കെ കളിച്ച കളി നമുക്ക് ശരിക്കും നന്നായിട്ട് അറിയായിരിക്കും. ബിരിയാണി ഒക്കെ ഇവിടെ 50% ഓഫിലും 50% മിനിമം ബൈ വൺ ഗെറ്റ് വൺ ഉണ്ടായിരുന്നു, 50% ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. So we all should understand what is the logic behind that. Nothing comes for free. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവർ ഔട്ട്ലെറ്റിലെ ഹോട്ടൽസിലൊക്കെ പോയി അവർ പറഞ്ഞു, ഏത് നിങ്ങളൊന്നും ആലോചിക്കേണ്ടതില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഒരു പാർട്ട്ണറാണ് ഞങ്ങൾ. നിങ്ങളിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മളത് ഡെലിവറി ചെയ്തോളാം. നിങ്ങൾ എന്താണ് സെയിൽ ചെയ്യുന്ന അതേ പ്രൈസ് നമുക്ക് തന്നാൽ മതി. ഫസ്റ്റാണ് അവർ ഇതാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു 150 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു ബിരിയാണി ആണെങ്കിൽ അവർ 150 രൂപയ്ക്ക് തന്നെ എന്ത് ചെയ്തു, ഇത് വാങ്ങിച്ചു അവർ, എന്നിട്ട് കസ്റ്റമേഴ്സിന് കൊടുത്തു. ഇപ്പോൾ ഒരു സാധാരണക്കാരൻ എന്താ പറയുക അത്ര ഡീപ്പായിട്ട് ചിന്തിക്കില്ലല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സാണ്. നമ്മളെന്താണ് ഒരു കസ്റ്റമറായിട്ട് അവർ വാങ്ങിക്കുന്നു, കൊണ്ടുപോകുന്നു. അങ്ങനെ അവർക്ക് നല്ല സെയിൽസ് കിട്ടാൻ തുടങ്ങി. 150 രൂപയ്ക്ക് ഇങ്ങനെ കൊടുത്ത് പിന്നെ അവർ വന്നിട്ട് പറഞ്ഞു നമുക്കൊരു ചെറിയ കോസ്റ്റൊക്കെ ഉണ്ട് ഇതിന്, അതുകൊണ്ട് വെച്ചാൽ നമുക്ക് സർവൈവ് ചെയ്യണമല്ലോ, അതുകൊണ്ട് എന്താ പറയുക നിങ്ങൾ നമുക്കൊരു പെർസെൻറ്റേജ് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഈ പറഞ്ഞ മാതിരി നമുക്ക് ഹോട്ടൽ ഇൻഡസ്ട്രിയിലാകുമ്പോൾ ഒരു മിനിമം ഒരു മാർജിനൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ പറഞ്ഞ പ്രശ്നമില്ല, നമുക്ക് തരാം. അങ്ങനെ ഒരു 5-10% റേഞ്ചിലാണ് അവർ പിന്നീട് തുടങ്ങിയത്. അത് തുടങ്ങി അങ്ങനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഔട്ട്ലെറ്റുകളൊക്കെ അവർക്കും ഇതിൽ ജോയിൻ ചെയ്യണം തോന്നി. അവർ വരുമ്പോൾ അവരെ
ഓൺ ബോർഡിങ് ഇതിന് ഒരു ഫീസ് വെച്ചു. അതുകൂടാതെ അവരുടെ പെർസെൻറ്റേജ് 20-25% ഒക്കെ വെച്ചു. 30 അങ്ങനെ ഇപ്പം 40% വരെ അവർ വാങ്ങിക്കുന്നുണ്ട്. കുറെ ഔട്ട്ലെറ്റിലൊക്കെ ഈ പറഞ്ഞ മാതിരി ബിസിനസ് ഉണ്ട് എന്നുള്ള ലാഭം കുറവാണ്. സർവൈവലിന് വേണ്ടിയിട്ട് എന്തായാലും അവർക്ക് അതിലോട്ട് ഓൺ ബോർഡ് ചെയ്തേ പറ്റും ആ രീതിയിലായി. പിന്നെ അതുകൂടാതെ അവർ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഓൺലൈനിൽ നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഇവിടെ അറിയപ്പെടുന്ന കുറച്ച് ഔട്ട്ലെറ്റ്സ് ആണ്, ഇമ്പീരിയൽ അല്ലെങ്കിൽ എംപയർ പോലത്തെ. അപ്പോൾ അവരുടെ ബിരിയാണീൻ്റെ അടുത്ത് തന്നെ ഇവരൊരു ബിരിയാണി എന്നല്ല ഇവരൊരു ക്ലൗഡ് കിച്ചൺ വെച്ചുകൊണ്ട് ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഏത് പിൻകോഡിലാണ് ബിരിയാണി കൂടുതൽ സെയിൽ ആവുന്നതൊക്കെ മനസ്സിലാവുകയും ചെയ്തു. അതുകൂടാതെ അവർക്ക് എന്താ പറയുക, വൈ ഡോണ്ട് യു ട്രൈ ദിസ്. അപ്പോൾ ഇമ്പീരിയൽ അല്ലെങ്കിൽ അവർ വിൽക്കുന്ന ഒരു ബിരിയാണീൻ്റെ റേറ്റ് ചിലപ്പോൾ 200 ആയിരിക്കും. വൈ ഡോണ്ട് യു ട്രൈ ദിസ് ഫോർ 150. സോ അൾട്ടിമേറ്റ്ലി the sales of these guys are going towards their cloud kitchen. അങ്ങനെ അവർക്ക് ഒരുപാട് അടി വന്നു. പക്ഷെ അവർ അതിന് സൊല്യൂഷനായിട്ട് പിന്നീട് അവർ ചെയ്തത്, ഇപ്പം ശരിക്കും കൺസ്യൂമേഴ്സ് മനസ്സിലാക്കേണ്ടത് ഒരു 100 രൂപീസിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഓൺലൈനിൽ വാങ്ങിക്കുന്നത് 140-150 രൂപീസിനാണ്. ഇപ്പോൾ ഫുഡ് ഐറ്റംസ് കസ്റ്റമേഴ്സിന് മീല് കിട്ടി, പിന്നെ 50 രൂപയായി, 100 ഇപ്പൊ ഒരു കേരള മീൽസ് സൊമാറ്റോയിൽ ഓർഡർ ചെയ്യണമെങ്കിൽ ഓൾമോസ്റ്റ് 200 രൂപയൊക്കെ ആകുന്നുണ്ട്. അതേ പ്രൊഡക്റ്റ് നിങ്ങൾ പോയി ഒരു ഔട്ട്ലെറ്റ് പോയി കഴിക്കുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചത് 150 കിട്ടും. പക്ഷേ ഈസ് ഓഫ് കൺവീനിയൻസ് ഒരു മടിയന്മാരാക്കുക അല്ലെങ്കിൽ അഡിക്റ്റ് ആക്കുക, ആ ഒരു പ്രോസസ്സിലാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഇപ്പൊ യങ്സ്റ്റേഴ്സ് പൊതുവെ എന്താ പറയുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്ന വളരെ ചുരുക്കമാണ്. നമ്മളെ ഫോർ ഫാദേഴ്സ് ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്, അവർ എവിടെയാണ് ഒരു 50 പൈസ കുറവുണ്ട് അവിടെ പോയിട്ടാണ് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതെ അവർ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പെയിൻ അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് ഈയിടെ ആയിട്ട് ഈ കാർഡിലും UPI നമ്മൾ എന്തോ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പോലത്തെ ഒരു സംഭവം മാറിയിരിക്കുകയാണ്. മെസ്സേജിൽ ബാലൻസ് കാണിക്കൂല, ചെലവായത് മാത്രമേ. സൈക്കോളജിയാണ്. ഇപ്പോൾ ശരിക്കും കോർപ്പറേറ്റ് വേൾഡാണ്. നമുക്ക് എന്താ പറയുക, കോർപ്പറേറ്റ് വേൾഡില് നമ്മൾ ഓരോരുത്തർ അവരവരുടെ എന്താ പറയുക അവരവരുടെ ജീവിതശൈലി മാറ്റിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവരവരുടെ സംരക്ഷണം സ്വന്തം ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ലോകത്തേക്ക് മാറിപ്പോകും. അത് പേഴ്സണൽ ലൈഫിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ അവരുടെ കോർപ്പറേറ്റ് ജീവിതത്തിലെങ്കിൽ അവരുടെ ബിസിനസ് ലൈഫിലാണെങ്കിൽ പോലും ഇതൊക്കെ പ്രാക്ടിക്കൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരവർ സൂക്ഷ്മത ശരിക്കും പാലിക്കേണ്ടതാണ്. ഒരു 50 രൂപ നഷ്ടപ്പെടുക, ചിലപ്പം തൊട്ട് താഴെയുള്ളൊരു ഹോട്ടലായിരിക്കും, അവിടെ പോയിട്ട് കഴിക്കുന്നത് പകരം അവര് 50 രൂപ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ്. പിന്നെ അത് മാത്രമല്ല, അവർക്ക് ടൈമൊന്നും ലിമിറ്റ് ഇല്ലല്ലോ. ഇപ്പോൾ നമ്മളൊക്കെ ഷോപ്പ് ഒരു മോർണിംഗ് തുടങ്ങി കഴിഞ്ഞാൽ രാത്രി ക്ലോസ് ചെയ്യാനാണ്. അവരൊക്കെ അങ്ങനെയല്ല ചെയ്യുന്നത്. അവരൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് രാത്രിയൊക്കെ ഡെലിവറി ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് നോട്ട് എ ഗുഡ് പ്രാക്ടീസ് ടു ഹാപ്പൻ. രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ ഭക്ഷണം കഴിക്കുക, അതിലൂടെ പെപ്സിയും കോക്കൊക്കെ അടിച്ച് കയറ്റുക എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ്ലി ഒരു ലൈഫ് സ്റ്റൈൽ മാറി അതിലൂടെ നമ്മൾ രോഗികളാണ്. അങ്ങനെയാണല്ലോ പറയാം. ഇപ്പം പലത് നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ് 30 ഇയേഴ്സിലൊക്കെ ആൾക്കാരൊക്കെ മരിക്കുന്നത്. ഒരു റീൽ കണ്ടിരുന്നു, എന്റെ ഉപ്പക്കൊക്കെ 50 വയസ്സിൽ വന്ന അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ശരിക്കും ഈ സെപ്റ്റോൺ ഇവരൊക്കെ നമ്മൾ മത്സരിക്കാനൊക്കെ നമ്മൾ തയ്യാറെടുക്കുകയാണ്. പക്ഷേ ഒരിക്കലും അവർ ബീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം അവർ ആ രീതിയിലെ ഫണ്ടിങ് ആണ്. ലോസിലാണെങ്കിൽ പോലും അവർ എന്നാ ഇപ്പൊ റീസെന്റ് സെപ്റ്റോക്ക് 500 CR ആണ് ഇപ്പം പമ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളൊക്കെ അനലൈസ് ചെയ്ത കാര്യമാണ് ഇതൊക്കെ. ഓൺലൈനിൽ കിട്ടുന്ന പല പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി മൾട്ടിനാഷണൽ കമ്പനീസ് XYZ കമ്പനീസൊക്കെ കിട്ടുന്ന പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്ന ആ MRP എല്ലാം അവർക്ക് സ്പെഷ്യലായിട്ട് ഒരു MRP പ്രൈസ് അടിച്ചു കൊടുക്കുക കമ്പനീസ്. ഇപ്പോൾ 400 ഗ്രാംസിന്റെ ഒരു സ്വീറ്റാന്ന് വിചാരിച്ചു, അതിപ്പോൾ ഒരു 150 രൂപയ്ക്കാണ് നമ്മൾ ഔട്ട്ലെറ്റിലെങ്കിൽ ഇതേ ഐറ്റം 350 ഗ്രാം ആക്കിയിട്ട് 175 റുപ്പീസിന് കാണുമ്പോൾ അതേ പാക്കിംഗ് ഒക്കെ ആയിരിക്കും. ശരിക്കും എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് കബളിപ്പെടുകയാണ് ചെയ്യുന്നത്. ആൾക്കാർ ശ്രദ്ധിക്കില്ലല്ലോ. നമ്മളിത് അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും വെച്ചാൽ ഇവിടെ എന്ന് വെച്ചാൽ ഒരു CI എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പറ്റീഷൻ ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു ഇതുണ്ട്. അതിന്റെ പേര് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല.
ഒരു ഇതുണ്ട്, ഒരു ബോർഡ് ഉണ്ട്, ഒരു ബോഡി ഉണ്ട് ശരിക്കും, ഗവൺമെന്റ് എൻറ്റിറ്റി പലതിനും ഉണ്ടാവുമല്ലോ. അതേപോലെ കോമ്പറ്റീഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോഡിയാണ്, ഗവൺമെന്റ് ബോഡിയാണ് CIC എന്ന് പറഞ്ഞിട്ട് ഒരു ബോഡി, കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിൽ ശരിക്കും എന്ന് വെച്ചാൽ ഒരു പുതിയൊരു ഫേം തുടങ്ങുകയാണെങ്കിൽ അവർക്കൊരു പ്രിഡിറ്ററി പ്രൈസിങ് കൊടുക്കാൻ പറ്റും. ഇനീഷ്യലായിട്ടുള്ള അവർക്കൊരു മാർക്കറ്റിലൊരു പ്രസൻസ് ഇതാക്കാൻ വേണ്ടിയിട്ട് ഓഫേഴ്സും കാര്യമൊക്കെ കൊടുത്തിട്ട് അവർ ചെയ്യാൻ പറ്റും. അതാണ് നിയമം, അത് അങ്ങനെ റൂള്. ഒരു സ്ഥിരമായിട്ട് കൊടുത്തിട്ട് ഒരാളെ ശല്യപ്പെടുത്തി അവരെ ക്ലോസ് ചെയ്യുക എന്നുള്ള എന്നിട്ടൊരു മോണോപ്പൊളിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് അത് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് ഈ ബോഡി പറയുന്നുണ്ട് അവരുടെ പോളിസീസിൽ. അതെ ശരിയാണല്ലോ. കാരണം നിങ്ങളിപ്പം കുറെ നാളെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കും, എൻ്റെ അടുത്ത് ഒരുപാട് ഫണ്ട് ഉണ്ട്, നിങ്ങൾ തൊട്ടടുത്ത് ഞാനൊരു ബിൽഡിങ്ങിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു, നിങ്ങളെ പൂട്ടിക്കാന്ന് ഉദ്ദേശിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, 2 മാസം അല്ലെങ്കിൽ 6 മാസം വരെ ഞാൻ കോസ്റ്റിന് കൊടുക്കുന്നില്ല, നഷ്ടത്തിന് കൊടുക്കുന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ക്യാപിറ്റൽ ഇല്ല, ഓൾറെഡി നിങ്ങൾ ക്യാപിറ്റൽ വെച്ചിട്ടാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് ഫണ്ടിങ് ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാനോ അവസരം ഇല്ല. നിങ്ങൾ അൾട്ടിമേറ്റ്ലി എന്താ, നിങ്ങൾ പൂട്ടിയിട്ട് ഒന്നിക്കെങ്കിൽ ഇവൻക്ക് തന്നെ കൊടുത്തിട്ട് അല്ലെങ്കിൽ അത് ഷട്ട് ഡൗൺ ചെയ്ത് പോകേണ്ട അവസ്ഥയാണ്. അവിടെയാണ് ഈ ഒരു ഗവർണിംഗ് ബോഡി ശരിക്കും ആക്ട് ചെയ്യുന്നത്. ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ, ചെറിയ ലെവലിലൊരു എക്സാമ്പിൾ പറഞ്ഞു, മൈക്രോ ലെവലിൽ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇവർക്ക് ഫണ്ടിങ് ഫോറിൻ ഫണ്ടിങ് ആണ്. ഫോറിൻ ഫണ്ടിങ്ങിൽ ഇവർക്ക് ഇടപെടാൻ പറ്റില്ല. So they have to change the policy itself. Government have to change the policy itself so that they can take any actions against these foreign funding as well. Foreign funding നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്ലേയേഴ്സിന് എതിരെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവർക്ക് അതും ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ആ രീതിയിലും എന്താ പറയുക, നമ്മൾ അവരെ ഒന്ന് കോമ്പീറ്റ് ചെയ്യുന്നതിന് പറ്റുന്നത്. പിന്നെ അവരിപ്പോൾ ലേറ്റസ്റ്റ് കൊണ്ടുവന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 5 minutes 10 minutes ഡെലിവറി ഒക്കെയാണ്. ക്വിക്ക് കോമേഴ്സ് ശരിക്കും പറയുകയാണെങ്കിൽ അത് ബ്ലീഡിങ് തന്നെയാണ്. അവർ ഡെലിവറി പാർട്ട്നേഴ്സൊക്കെ കൊടുത്തിട്ട് സ്റ്റാഫിനൊക്കെ കൊടുത്തിരിക്കുന്നത് ഹ്യൂജ് സാലറിയും ഇൻസെൻറ്റീവ്സും ഒക്കെയാണ്. നമുക്കൊരിക്കലും അത് കൊടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മൾ അത്രയും സ്റ്റാഫിനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ബേൺ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. യു വോണ്ട് ബി സസ്റ്റൈനിങ് ദാറ്റ്. ആ സസ്റ്റൈനിറ്റി വലിയൊരു വിഷയമാണ്. അപ്പോൾ അത് അവരെ സംബന്ധിച്ചത് വിഷയമല്ല. അവരൊരു 5 rupees അല്ല 5 minutes കൊണ്ട് അവർ പല പ്രൊഡക്ട്സും അവരെ എന്താ പറയുക പല കസ്റ്റമേഴ്സിനെ എത്തിച്ചു കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ. ഇപ്പോൾ അപ്പാർട്ട് ഫ്രോം ജസ്റ്റ് ദിസ് ആക്ച്വലി അങ്ങനെ ഒരു നീഡൊന്നും ഇല്ല എന്നാണ് അത്. അവർ ദേ ആർ creating a need. That's all about marketing. If you have to get within 5 to 10 minutes. കൺസ്യൂമറിന് നാളെ നമുക്ക് തന്നെയാണ് ഇത് പ്രശ്നം. ഇപ്പൊ ഇന്നിവര് ഫ്രീ ഡെലിവറി തരും, പരിയത്തുള്ള സൂപ്പർ മാർക്കറ്റ് ഒക്കെ ക്ലോസ് ആയി, പിന്നെ അപ്പൊ അവര് പറയുന്ന പ്രൈസിന് നമ്മൾ ഡെലിവറി ചാർജ് കൊടുക്കേണ്ടി വരും. അല്ലെ, അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാമ്പിൾ ഉള്ളത് മുമ്പൊക്കെ വോഡാഫോൺ ഉണ്ടായിരുന്നു, എയർസെൽ ഉണ്ടായിരുന്നു, എസ്കോട്ടൽ ഉണ്ടായിരുന്നു, ഇവർക്ക് പ്രൈവേസ് ആയിരുന്നു. എല്ലാവർക്കും ഒരു എന്താ പറയുക ലിമിറ്റഡ് കസ്റ്റമേഴ്സ് വെച്ചിട്ടാണ് അവർ ചെയ്തത്. എന്താ ഇപ്പം സംഭവിച്ചത്? ഇപ്പം ആ മൊണോപ്പൊളിയാണ് ശരിക്കും പറഞ്ഞാൽ. ജിയോ എയർടെൽ തന്നെയാണ് ശരിക്കും പറയാം. വേറെ ഇപ്പം വേറെ പ്ലേയേഴ്സ് ഇല്ല. വോഡാഫോൺ ഉണ്ടെങ്കിൽ പോലും BSNL ഒക്കെ അങ്ങനെ വാഷ് ഔട്ട് ആയി തന്നെ പറയാറ്. ഗവൺമെന്റ് ഒരുപാട് അവര് നമ്മളെ ലൂട്ടി ചെയ്തിട്ട് ഒരു പോളിസി ഇറക്കുന്നതിൽ നല്ല മുൻകൂട്ടി അവരിത് മുന്നേ കണ്ട് ചെയ്യണം. അതാണ് കൈമന്ന് വിട്ടുപോയാൽ പിന്നെ രക്ഷയില്ല. ഇപ്പം തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ സൂപ്പർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം 100-ൽ പരം സൂപ്പർ മാർക്കറ്റ് ബാംഗ്ലൂർ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് കോമ്പറ്റീഷൻ പിടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം നമ്മളെ ഇത് തന്നെ ഈ റീസൺ തന്നെയാണ്. കാരണം വെച്ചാല് പണ്ട് ഒരു ലൊക്കാലിറ്റിയിൽ ഒരു അപ്പാർട്ട്മെന്റ് വരികയാണെങ്കിൽ അവിടെ റോഡ് മോശമായിരിക്കും, ഫുൾ ചളിയായിരിക്കും, പൊടിയായിരിക്കും. അവിടെ ഒരു ബിൽഡിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഒരു എന്താ പറയുക, പ്രത്യേകിച്ച് സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഉള്ളത് കേരളൈറ്റ്സ് ആണ്. അതുകൊണ്ട് പറയാം മലയാളീസ് പോയിട്ട് അവിടെ പോയിട്ട് എന്തായാലും ഒരു സൂപ്പർ മാർക്കറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്തുള്ള എന്താ പറയുക മണ്ണും അല്ല പൊടികളും എല്ലാം അവരെ സഹിച്ചുകൊണ്ട് അവരെ കാറ്റർ ചെയ്തുകൊണ്ട് 2-3 വർഷം നഷ്ടത്തിൽ ആണെങ്കിൽ പോലും അവർ പിടിച്ചു നിന്ന് അല്ലെങ്കിൽ ബ്രേക്ക് ഇവൻ ആക്കി പിടിച്ചു നിന്നിട്ട് പിന്നീട് ആ ഏരിയ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഒരു HBRൽ ഒരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർ ഇങ്ങോട്ട് വന്നിട്ട് കൈ തന്നിട്ട് താങ്ക് യു, ഇവിടെ ഒരു ഔട്ട്ലെറ്റിന് വളരെ അത്യാവശ്യമായിരുന്നു, ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസം ഉണ്ടായിരുന്നു. കാരണം ദേ ഡിഡ്ന്റ് ഹാവ് എനി അതർ ഓപ്ഷൻസ്. ഇതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഒന്നും ഇല്ലാത്ത കാലം നിങ്ങൾ ബാക്കോട്ട് പോയി നോക്കണം. ആ സമയത്ത് നമ്മളൊരു ഔട്ട്ലെറ്റ് തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്നിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ അത്രയ്ക്ക് വിനയമായിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ അവരുടെ നീഡായിരുന്നു. നെയ്ബർഹുഡ് ഔട്ട്ലെറ്റ് ഉണ്ടാവാൻ നീഡാണ്.
അപ്പോൾ അതേ നെയ്ബർഹുഡ് ഔട്ട്ലെറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഒരു പ്രയാസമില്ലാതെ ഓൺലൈനിലേക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ഈ ലോയൽറ്റി കൺസെപ്റ്റ് ഒക്കെ ഇപ്പം മാറിക്കൊണ്ട് ന്യൂ ജനറേഷൻ. അവരൊരു ലോയൽ എന്ന് പറഞ്ഞ സംഭവമില്ല. അത് റിലേഷൻഷിപ്പിലും ഇല്ല, നമ്മൾ പലതും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ അങ്ങനെയാണ് ലിവ് ഇൻ റിലേഷൻഷിപ്പുകാരൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കൊരു ലോയൽറ്റി കസ്റ്റമർ ബേസ് എന്ന് പറഞ്ഞിട്ട് സംഭവം ഇപ്പോഴുണ്ട്. പക്ഷെ അത് നമ്മൾ കുറച്ച് മുന്നേയുള്ള ജനറേഷൻസ് അവർ വന്നിട്ട് വാങ്ങിക്കല്ലാതെ പുതിയ ആളുകൾ എവിടെയാണ് 2-10 രൂപ എവിടെയും കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി കാണുന്ന വാങ്ങിക്കുക, ആ രീതിയിലൊക്കെ മാറിയിട്ടുണ്ട്. അത് ഞാൻ നോട്ടീസ് ചെയ്ത വേറൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ എസ്പെഷ്യലി ബാംഗ്ലൂരിൽ ഒരു 5 to 10 years ആണെന്ന് തോന്നുന്നു ഒരു ഏരിയയിൽ ആ ഒരു പോപ്പുലേഷൻ നിൽക്കുന്നത്, ഒരു 80% ഓഫ് ദ പോപ്പുലേഷൻ. പിന്നെ ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് മൂവ് ഔട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ലോയൽ കസ്റ്റമർ കൺസെപ്റ്റ് എടുക്കുമ്പോൾ ഈ ഒരു 10 years ഇപ്പോൾ നമുക്ക് ഈ ഒരു ലോയൽ കസ്റ്റമേഴ്സ് ഉണ്ടാവാം. മേ ബി അവർ മൂവ് ഔട്ട് ചെയ്യുമ്പോൾ പുതിയ വരുന്ന ആൾക്കാർക്ക് ആ ഒരു ലോയൽറ്റിയോ ആ ഒരു കണക്ഷനോ വേണമെന്നില്ല. അത് കറക്റ്റ് തന്നെയാണ് പറയാം. നമ്മളിപ്പം ഇവിടെ അടുത്ത് നോക്കുകയാണെങ്കിൽ BTM ലേഔട്ടിലാണ് എനിക്ക് ഒരു ഔട്ട്ലെറ്റ് ഉള്ളത്, ആശീർവാദ്. അപ്പോൾ അവിടെ തന്നെ നമ്മളിപ്പോൾ അവിടെ 33 years ആയി ശരിക്കും പറയുകയാണെങ്കിൽ ഔട്ട്ലെറ്റ്. വളരെ ചെറിയ രീതിയിലുള്ള ഔട്ട്ലെറ്റ്, ഒരു 1000 square feet ഉള്ളിലേ ഉണ്ടായിട്ടുള്ളൂ, ഒരു 400-600 square feet ഉണ്ടായിട്ടുള്ളൂ. പിന്നെ നമ്മളത് അടുത്ത് ഒരു പ്ലോട്ടും കൂടി എടുത്തിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്തതാണ്. അപ്പോൾ അവിടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ അവിടെയുള്ള ആളുകളൊക്കെ മൂവായി. They want to go to apartments where they get more security, more amenities. അതൊക്കെയാണ് അവർ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ കംപ്ലീറ്റ്ലി എന്തായി, കൺജസ്റ്റഡ് ആയി. ഒരുപാട് എന്താ പറയുക കമേഴ്ഷ്യൽ പ്ലേസ് ആയി മാറിയത്. ടു മച്ച് കമേഴ്ഷ്യൽ ഇസ് നോട്ട് ഗുഡ് ഫോർ റെസിഡൻഷ്യൽ. കൂടുതൽ കമേഴ്ഷ്യൽ ആയിരിക്കും അവർ പാർക്കിംഗ് വിഷയമായി, അവർ ഗേറ്റിന് മുന്നിൽ വണ്ടി വെക്കാൻ തുടങ്ങും, ഇതൊക്കെ വിഷയമാണ്. അതുകൊണ്ട് അവർ പിന്നെ ദേ ആർ ഗെറ്റിംഗ് ഹ്യൂജ് പ്രൈസ് ഓൾസോ ഫോർ ദി റിയൽ എസ്റ്റേറ്റ്. അവർ ആ പ്ലോട്ടിന് വലിയ റേറ്റ് അവർ കിട്ടുന്നുണ്ട്. അവരെന്താക്കുക, അത് സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ അവർ ഒരു അപ്പാർട്ട്മെന്റ് നല്ല ലാവിഷായിട്ടുള്ള ഫ്ലാറ്റ് എടുത്താൽ തന്നെ അവർക്ക് ഒരുപാട് കാശ് ബാക്കി ഉണ്ടാവും. ദേ ക്യാൻ കീപ്പ് ഇൻ ദി ബാങ്ക് ആൻഡ് ദേ ക്യാൻ ഹാവ് ദി ഇൻട്രസ്റ്റ് ആൻഡ് ദേ ക്യാൻ ലിവ് ത്രൂ ഔട്ട്. അങ്ങനെ തിങ്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ അങ്ങനെ മൂവ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ വേറൊരു വിഷയമുള്ളതെന്ന് വെച്ചാൽ ഈ പണ്ടത്തെ ഒരുപാട് കസ്റ്റമേഴ്സ് അവർ വിചാരിക്കുന്ന നമ്മൾ ഒരുപാട് കാശ് അവരെ പറ്റിച്ചുണ്ടാക്കി എന്നുള്ളൊരു തോന്നല. ശരിക്കും അന്നാരെങ്കിലും വ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ പറയാനുള്ള വിഷയം ഇതാണ്. കാരണം വെച്ചാൽ നോർമൽ തോട്ട് അങ്ങനെ വരുമല്ലോ. കാരണം നമുക്കൊരു 100 രൂപ MRP സാധനം നമുക്കൊരു 85-80 rupees കിട്ടുമ്പോൾ നമ്മൾ ചില കസ്റ്റമറിന് ഒരു 2-5 രൂപ നമ്മൾ കുറച്ചിട്ട് കൊടുത്തിട്ട് നമ്മളൊരു മാന്യമായിട്ടുള്ള മാർജിനാണ് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇതേ പ്രൊഡക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50 rupees 60 rupees ഇവർ കൊടുക്കുമ്പോൾ കസ്റ്റമേഴ്സിന്റെ മൈൻഡിൽ എന്താ ഉള്ളത്, ഈ പയ്യന് ഈ ചങ്ങായി ഒരുപാടായി എന്നെ പറ്റിക്കുന്നത് 50-60 രൂപ സാധനമാണ് ഇവന് 100 രൂപയ്ക്ക് 95 rupees കൊടുത്തത്. നമുക്ക് വന്നത് 85 ആണെന്നല്ല ഇവർ മനസ്സിലാക്കുന്നില്ല. അവർ അറിയിക്കാനുള്ള ഒരു സോഴ്സും കൂടി ഇല്ല. കാരണം വെച്ചാല് അവർ അറിയേണ്ട ആവശ്യമില്ല. ദേ ആർ ഗെറ്റിംഗ് ഫോർ എ ഗുഡ് പ്രൈസ്. അത് ഈ അരി അല്ലെങ്കിൽ വെജിറ്റബിൾസിലൊക്കെ തോന്നും. ഓനിയൻ ഒക്കെ ഇപ്പൊ ഓൺലൈനിൽ ഒരു 20 കാണും, അടുത്ത സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റോറിൽ പോയാൽ 30 ആയിരിക്കും. അതെ. പക്ഷെ അവിടെ അങ്ങനെയുണ്ട്. അവിടെ വെച്ചാല് അവർ ചിലപ്പോ എണ്ണത്തിനൊക്കെയാണ് അവർ റേറ്റ് കണക്കാക്കുക. 3 pieces അങ്ങനെയൊക്കെയാണ്. പക്ഷെ ശ്രദ്ധിക്കൂല, ഒരു 3 കാണാൻ 1/2 kg ആണെന്ന് നോക്കൂല. അപ്പൊ അങ്ങനെ ഒരു ഗിമിക്ക് അതിലുണ്ട്. പിന്നെ അധികം ആൾക്കാർ ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കഴിയുന്നതും ഓൺലൈനിൽ വാങ്ങാൻ കുറവാണെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം വെച്ചാൽ ഡെയിലി വാങ്ങേണ്ടതാണ്, ഫ്രഷ്നെസ് നോക്കി വാങ്ങിക്കേണ്ടതാണ്. ആ സ്ഥാനത്ത് ഒരു ബ്രിട്ടാനിയന്റെ ബിസ്ക്കറ്റ് എല്ലാ സ്ഥലത്തും ഒന്ന് തന്നെയാണ്. ഒരു കോൾഗേറ്റ് പേസ്റ്റ് നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. അപ്പൊ അതിൽ നമുക്കൊന്നും പറയാനില്ലല്ലോ. ജസ്റ്റ് ഡേറ്റ് മാത്രം നോക്കണ്ട, എന്തെങ്കിലും നോക്കണില്ല. ഒരു മാനുഫാക്ചർ ഇപ്പൊ ബ്രിട്ടാനിയ, അപ്പൊ അവര് സൊമാറ്റോ അല്ലെ ആമസോൺ അല്ലെ ബിഗ് ബാസ്ക്കറ്റിന് കൊടുക്കുന്ന ഒരു പ്രൈസ്, ആ പ്രൈസ് തന്നെ നിങ്ങൾക്കും കിട്ടണം പ്രോഡക്റ്റ്. അതാണ് അതാണ് BMI. ഇന്നലെ പോലും നമ്മൾ ഏകദേശം 16 കമ്പനിയായിട്ടുള്ള മീറ്റിംഗ് ഇന്നലെ നമ്മുടെ ജനറൽ സെക്രട്ടറി അഷ്റഫ് സാറാണ്, പിന്നെ നമ്മുടെ പ്രസിഡന്റ് VP അബ്ദുള്ള സാഹിബാണ്. ഇപ്പോൾ ഇന്നലെ സെക്രട്ടറി ഒക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ഉണ്ടായിരുന്നു. കമ്പനിക്കാരൊക്കെ നമ്മൾ വിളിച്ച് വരുത്തിച്ചിട്ട് ഈ കാര്യമാണ് അവരോട് പറയുന്നത്. പക്ഷെ ഇവർ ഈ രണ്ട് സെഗ്മെന്റ് ആക്കിയിട്ട് തന്നെയാണ് കാണുന്നത്. അതിന്റെ ASM വേറെയാണ്, അതിന്റെ എന്താ പറയുക കൈകാര്യം ചെയ്യുന്ന ആളുകൾ വേറെയാണ്, ഇതിന്റെ വേറെയാണ്. ഇവരെ മാക്സിമം പ്രഷർ ചെയ്യുക, എന്നിട്ട് ഇവിടെ സെയില് ആ രീതിയിൽ എത്തിക്കുക. സം ഓഫ് ദം, ഞാൻ പേര് ബ്രാൻഡ് പറഞ്ഞില്ല, ഒരു ബ്രാൻഡ് ഞങ്ങളോട് പറഞ്ഞു വെച്ചാൽ അവിടെ അവർ ലോസ് ചെയ്തിട്ട് ഇവിടെ പൈസ ഉണ്ടാക്കുകയാണ്. ശരിക്കും പറയാൻ എനിക്ക് പറയാനുള്ളത് കമ്പനിയോട് ഇന്നലെ ഞങ്ങൾ അത് തന്നെ പറഞ്ഞത്. ശരിക്കും പറയുകയാണെങ്കിൽ
ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങൾ മെട്രോ ക്യാഷ് ആൻഡ് ക്യാരിയിൽ പണ്ട് വന്നിട്ട് പോയിട്ടുണ്ടാവും. അവിടെയൊക്കെ അവരോട് ഫൈൻ ലൈഫ് എന്ന് പറഞ്ഞിട്ടില്ലേ അവരൊരു ബ്രാൻഡിൽ അവർ സാധനങ്ങൾ ഒരുപാട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവർ ഇതേപോലെ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ കോളിൻ ഒരു എന്താ പറയുക ക്ലീനറാണ്, അറിയാലോ, ഗ്ലാസ് ക്ലീനറൊക്കെയാണ്. അതേ ഫിനിഷിങ്ങിൽ അതേപോലെ ഫൈൻ ലൈഫ് എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രൊഡക്റ്റ് ഇതിൻ്റെ അടുത്ത് വെച്ചിട്ട് അതിന് 60 റുപ്യൻ്റെ ആണെങ്കിൽ അവർ 55 റുപ്പീസ് അതിന് വെച്ചിട്ട് ഇതിന് അവർ ബൈ വൺ ഗെറ്റ് വൺ എന്നുള്ള നിലയിലൊക്കെ പ്രൊമോട്ട് ചെയ്യും. കാരണം വെച്ചാൽ ഇതിൽ അവർക്ക് ലാഭം കൂടുതലാണ് ഓൺ പ്രൊഡക്റ്റ്. സോ ഐ ഹാവ് ടു ആക്ച്വലി സേ ടു ദീസ് കമ്പനീസ്, നാളെ പിറ്റേന്ന് അവർക്കത് ഭയമുണ്ട്. എന്നോട് കൃത്യമായിട്ട് പറഞ്ഞതാണ്, കമ്പനിക്കാരനെ പറഞ്ഞതാണ്. അവർക്ക് അത് പേടിയുണ്ട് ശരിക്കും. എന്നുവെച്ചാൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഐസ്ക്രീമാണെന്ന് വിചാരിച്ചു, ഒരു ഐസ്ക്രീം നമ്മൾ റീറ്റെയിൽസിനൊക്കെ വാഷ് ഔട്ടായി, അല്ലെങ്കിൽ നമ്മളൊന്നും വെക്കാതെ ഈ റീസൺ കൊണ്ട് ഓൺലൈനിൽ നല്ല ഓഫേഴ്സ് ഉള്ളതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ അവർ പറയുന്നു, ഇഫ് യു ആർ ഗോയിങ് ടു ഗിവ് മീ 50 or 60%, then only I am going to place your product in my online system എന്ന് പറയുന്നത് ഡ്രാസ്റ്റിക്കൽ ഒറ്റ അടിക്ക് അവർക്ക് എന്താ പറയുക, ആ ഒരു സെയിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല. അസൽ ഞങ്ങളെപ്പോലത്തെ റീറ്റെയിൽ ഒരിക്കലും എന്താ പറയുക, നമ്മൾ ബ്രാൻഡ് ലോയൽറ്റി റീറ്റെയിലേഴ്സ് എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നതാണ്. കാരണം എപ്പോഴും ഡയറക്റ്റ് കോൺടാക്ട് ആയിരിക്കും, ഒന്നിക്ക് ASM ആയിട്ട്, അല്ലെങ്കിൽ സെയിൽസ്മാൻ ആയിട്ട്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ഓണർ ആയിട്ട് അവർ ആ ഒരു കണക്ഷൻ ഉണ്ടാവും. ചിലപ്പോൾ എന്താ പറയുക, കുറച്ച് ഡിലേ ആകുന്നുണ്ട്, പേയ്മെന്റ് ഡിലേ ആകുന്നുണ്ടെങ്കിൽ ഇന്ന കാരണം കൊണ്ട് ഒന്ന് പ്ലീസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും നമ്മുടെ സാധനം എലി അടിച്ചിട്ടുണ്ടാവും, അത് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ റിലേഷൻഷിപ്പ് വെക്കും. അപ്പോൾ ആ രീതിയിൽ ഒരു പേഴ്സണൽ ടച്ചോട് കൂടി അവരുടെ കല്യാണം ഉണ്ടെങ്കിൽ നമ്മളൊരു കല്യാണത്തിന് അവർ വിളിക്കുക, അവരുടെ ഫംഗ്ഷനെ നമ്മൾ വിളിക്കുക, അങ്ങനെ ഒരു ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ട്. ഓൺലൈനിൽ അങ്ങനെ ഇല്ലല്ലോ. ദേ ഡോണ്ട് ഹാവ് എനി സോർട്ട് ഓഫ് കോൺടാക്ട് ലൈക്ക് ദിസ്, ഓൺലി ബിസിനസ്. അവർക്ക് കണ്ടീഷനിലാവാൻ പറ്റും സ്ലോലി ഈ ഒരു ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ. അപ്പൊ അവർക്കൊരു പേടിയുണ്ട്. പക്ഷെ വാട്ട് ദേ ആർ സെയിങ് ദാറ്റ് ഇഫ് വി ഡോണ്ട് give our products to online, then the benchmark companies are there. They are just trying to get a space. Correct. അവർ സ്പേസ് ചെയ്യാൻ വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും, നല്ലൊരു ഓഫർ കൊടുത്തിട്ട് ആ ഒരു കാറ്റഗറിയിലേക്ക് കയറി കളയും. സോ ദാറ്റ് വേ ദേ വിൽ ലൂസ് ദി മാർക്കറ്റ് ഷെയർ. അതാണ് അവർക്ക് പേടിയുള്ളത്. In total, like all are struggling. They are also struggling. They are saying that actually we are not interested in doing this, but we don't have any other choice. അങ്ങനെ ട്രാപ്പിലാണ് ഉള്ളത്. അതെ, നമ്മൾ അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്താ പറയുക, ഓൺലൈൻ പ്ലാറ്റ്ഫോം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓൺലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടില്ല. നമുക്കെന്ന് വെച്ചാൽ കുറച്ച് പ്രോബ്ലംസ് ഉള്ളത്, മറ്റേതാ സമയത്ത് ഒരു സെൻട്രലായിട്ട് നമുക്ക് ഇൻവെന്ററി ഒക്കെ സെൻട്രലൈസ്ഡ് ആയിരിക്കും. സെപ്റ്റോന്റെ ആണെങ്കിൽ ബ്ലിങ്കിന്റെ ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഓരോ, ശരിക്കും പറയാൻ ഓരോ പിൻകോഡ് നോക്കിക്കഴിഞ്ഞാൽ അവരിപ്പം ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ ചെയ്യുന്നത്. അവർ ഡാർക്ക് സ്റ്റോഴ്സ് ആണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഓരോ ഏരിയയിൽ ഹൗ മച്ച് കസ്റ്റമേഴ്സ് ദേ ഹാവ്, ബേസ്ഡ് ഓൺ ദാറ്റ് വേർ എക്സാക്ട്ലി ദേ നോ വേർ ടു പുട്ട് ഡാർക്ക് സ്റ്റോർ. ആ ഡാർക്ക് സ്റ്റോറിൽ നിന്നാണ് ഈ കസ്റ്റമറിനെ അവർ കാറ്റർ ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ ഡാർക്ക് സ്റ്റോർ വെച്ച് നമ്മുടെ കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് SKUs ഉണ്ട്. അവർ ലിമിറ്റഡ് SKUs ഉണ്ടാവും. എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒരു ഇത് പറയുകയാണെങ്കിൽ, ദിവാലി സമയത്ത് നമ്മുടെ ഒരു കമ്പനീൻ്റെ GRBന്റെ ഗീ ഒരു ചെറിയ SKU ആണ്. പല സൈസും ഉണ്ടാവുമല്ലോ, 100 ml, 200 ml, 500 ml അങ്ങനെയാണ് ഉണ്ടാവുക. ഇപ്പോൾ ഈ എല്ലാ SKUs ഒന്നും അവർ വെക്കൂല. അസാർ ഞങ്ങളെ ഷോപ്പിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാ SKUs കിട്ടും. അപ്പൊ അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് അവർക്ക് കൊണ്ടുപോകാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഈ PG-ലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ഈ വലിയ പാക്കറ്റ് പനീർ അല്ലെങ്കിൽ ഇത് കിട്ടേണ്ട കാര്യമില്ല. അവരെ സംബന്ധിച്ച് ചെറുത് കിട്ടിയാൽ ഡെയിലി വൈസ് ആണ് അവർ യൂസ് ചെയ്യും. ദേ ഡോണ്ട് ഹാവ് എ ഫ്രിഡ്ജ് ഫെസിലിറ്റി ഓവർ ദെയർ. അപ്പൊ അവർക്ക് എന്തായാലും എന്താ പറയുക, ഇങ്ങനത്തെ ഐറ്റംസ് വേണ്ടി വരും. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ദിവാലി സമയത്ത് എനിക്ക് പെട്ടെന്നൊരു 200 പീസിന്റെ ഓർഡർ ഈ ചെറുത് വന്നു, ഈ അമ്പലത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗീ. അപ്പോൾ ഞാൻ എന്താ പറയുക, അവർക്ക് ഇന്ന് തന്നെ കൊടുക്കണം. അപ്പൊ എൻ്റെ 100+ ഉണ്ടായത്. ബാക്കി ഞാൻ എന്ത് ചെയ്ത് ഓൺലൈൻ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി, കിട്ടുകയാണെങ്കിൽ കൊടുക്കാലോ, കസ്റ്റമറിന് ഒരു സർവീസ് കൊടുക്കാമല്ലോ എന്നല്ലേ. അപ്പൊ അങ്ങനെ നോക്കിയ സമയത്ത് ദേ ഡോണ്ട് ഹാവ് ദോസ്. ഐ വെന്റ് ത്രൂ ഔട്ട് ഓൾ ദി ഇതിലെല്ലാം നോക്കി, എല്ലാ പ്ലേയേഴ്സിന്റെ ഞാൻ നോക്കി, സെപ്റ്റോ നോക്കി, ബ്ലിങ്കിറ്റ്, അവരൊന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ അവർ നോക്കും. അവരെ മിനിമമിലേക്കാണ് കൊണ്ടുപോകും. കാരണം ദേ കാന്റ് ഹാൻഡിൽ സോ മച്ച്. അത്രയ്ക്ക് ഇൻവെന്ററി അവർ വെക്കേണ്ടി വരും, അത്രയ്ക്ക് അത് മാനേജ് ചെയ്യേണ്ടി വരും, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, ഓരോ പിൻകോഡ് നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഓൾറെഡി ഉണ്ട്. വി ജസ്റ്റ് ഹാവ് ടു മേക്ക് എ യൂണിയൻ ഓഫ് ഓൾ ദീസ് ഔട്ട്ലെറ്റ്സ്
ആൻഡ് ഗോ ഫോർ എ വാർ അഗൈൻസ്റ്റ് ദം. വാർ ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഫോർ എ സർവൈവൽ. ജസ്റ്റ് ഫോർ സർവൈവൽ. അതെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളും ഒറ്റക്കെട്ടായിട്ട് അതെ, അതാണ് BMA നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട്. അവരൊന്നുമല്ല. പക്ഷെ അവിടെയൊക്കെ നമ്മൾ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് വെച്ചാൽ ഓരോരുത്തർ ഇൻഡിവിജ്വൽ ഡിസിഷൻ ആണല്ലോ ഓരോ ഔട്ട്ലെറ്റ്സ്. കറക്റ്റ്, അതൊരു ഓരോരുത്തർ മെന്റാലിറ്റി ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ ഒരുമിച്ച് വന്ന് അതിന്റെ ഒരു രൂപരേഖ ഉണ്ടാക്കി എന്നിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ചാലഞ്ച് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ബട്ട് വി ആർ വർക്കിംഗ് ഓൺ ദാറ്റ് ടു ഓവർകം ഓൾ ദോസ് തിങ്സ്. ഈവൻ സൊമാറ്റോ CEO റീസെന്റ് പറയണ്ടായി, ബ്ലിങ്കിറ്റ് പർച്ചേസ് ചെയ്തല്ലോ, ബ്ലിങ്കിറ്റ് ആയിട്ട് മെർജ് ചെയ്തത് അതൊരു സർവൈവൽ ആയിരുന്നു. അതെ, ആള് തന്നെ പറഞ്ഞത് ഇത് ഞങ്ങളുടെ വിഷനോ മിഷനോ ഒന്നുമല്ല, ഇറ്റ് ഈസ് ജസ്റ്റ് ഫോർ എ സർവൈവൽ തിങ്, അതർവൈസ് വിൽ ബി കംപ്ലീറ്റ്ലി വാഷ്ഡ് ഔട്ട് ഇൻ 5-10 years. സോ അവർ പോലും സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ പോലുള്ളവർ പോലും ഈ കുക്കുമേഴ്സിൻ്റെ കൂടെ ഇതുപോലുള്ള സെക്ടോ പോലെ ബ്ലിങ്കിറ്റ് പോലെ പ്ലാറ്റ്ഫോമിൻ്റെ മുന്നിൽ ഒരുപാട് ഇഷ്യൂ വന്നിട്ടുണ്ട്. അതാണ് ഇപ്പൊ ഫ്ലിപ്കാർട്ട് ഒക്കെ നമ്മൾ പണ്ട് കേൾക്കുമ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇങ്ങനത്തെ പാർട്ടീസ് അല്ലേ ഉള്ളൂ. കറക്റ്റ്. അവരെ ബിഗ് ബില്യൺ ഡേയ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഫുൾ ആവശ്യമാണല്ലോ. അങ്ങനത്തെ അവർ ഈ ജെപ്റ്റോനെ കൊണ്ട് അവരിപ്പം ജെപ്റ്റോ ഒക്കെ പല ഇലക്ട്രോണിക്സും അതിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സോ ഈ 10 minutes ഡെലിവറി ഒക്കെ ഇവരെ ഷെയർ ഇവിടെ കൊണ്ടുപോവാണ്. നമ്മളെ ഷെയർ എങ്ങനെയാണ് അവർ കൊണ്ടുപോയത് അതുപോലെ തന്നെ ദീസ് e-commerce giants അവരെ ഷെയർ കൂടി ഇവർ കൊണ്ടുപോവാണ്. സോ ദേ ആർ ഓൾസോ കം അപ്പ് വിത്ത് 10 minutes ഡെലിവറി തിങ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഞാനിപ്പം ഒരു ഇത് വായിച്ചതെന്ന് വെച്ചാൽ ബൈ ദി എൻഡ് ഓഫ് 2025 ദേ ആർ പ്ലാനിങ് ടു ഹാവ് നിയർലി 500 ഡാർക്ക് സ്റ്റോഴ്സ് ഇൻ ബാംഗ്ലൂർ ഓൺലി. ഫ്ലിപ്കാർട്ട്. സോ ആ മാസീവ് ലെവലിലാണ് അവർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ വേറെ പ്രോബ്ലം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഒരു സ്ഥലത്തൊരു ഔട്ട്ലെറ്റ് എടുക്കുമ്പോൾ നമ്മൾ അവിടെയുള്ള ഒരു ഇത്ര കസ്റ്റമേഴ്സ് ഉണ്ടാവുന്ന ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ആ റെന്റ് എവറി ഇയർ 5-10% ഇൻക്രിമെന്റ് ആണ്. ഇലക്ട്രിസിറ്റി ബില്ലാണെങ്കിൽ അതും ഇങ്ങനെ കൂടി വെക്കുകയാണ്. സ്റ്റാഫിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന സാലറി അതും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് നമ്മൾ എന്താ പറയുക, ഓവർ എവറി ടൈം ഇറ്റ്സ് ജസ്റ്റ് ഗോയിങ് അപ്പ്, whereas the sales are dipping and that is actually hurting all these supermarkets or department stores. സോ എനിക്ക് ഈ ചാനലിലൂടെ പറയാനുള്ളത്, കോവിഡ് സമയത്ത് ഓൺലൈന് ആരെയും കണ്ടിട്ടില്ല. മനുഷ്യർക്ക് ആവശ്യമുള്ള ഒരു സംഗതിയിലും ഇവരൊന്നും പ്രസൻസ് ഉണ്ടായിട്ടില്ല. ആ സ്ഥാനത്ത് ജനങ്ങളെ ഹെൽപ്പ് ചെയ്യാനും കോവിഡ് സമയത്ത് പോലും ഞങ്ങൾ റിസ്ക് എടുത്തിട്ട് ഞങ്ങൾ സ്റ്റാഫുകളൊക്കെ പോന്നാന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾ അവർക്ക് അഷ്യൂറൻസ് കൊടുത്തു, നിങ്ങൾ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ടൈം ലിമിറ്റ് വെച്ച് ഔട്ട്ലെറ്റ് തുറന്ന് ഓരോരുത്തർ വന്നിട്ട് ഞങ്ങളെ ആ സമയത്തൊക്കെ എന്ത് സ്നേഹമായിരുന്നു അവർക്ക്. നമ്മൾ അവർക്ക് സെർവ് ചെയ്യുന്ന സമയത്ത്, കാരണം നമ്മളത്തേക്ക് റിസ്ക് എടുത്തിട്ടാണ്. ഞാൻ ശരിക്കും എന്ന് വെച്ചാൽ ഷോപ്പിൽ നമുക്കൊരു സ്റ്റിക്കറൊക്കെ തന്നിരുന്നു, കാറിൽ ഒട്ടിച്ചിട്ട് നമുക്ക് ഡെലിവറി ചെയ്യാൻ. ഞാൻ എൻ്റെ വീട് കുറച്ച് ദൂരം ആയതുകൊണ്ട് ഞാൻ സ്റ്റിക്കറൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്കോട്ട് പോകാൻ ഞങ്ങൾ പേഴ്സണൽ കാറിലൊക്കെ ഫുൾ ലോഡ് സാധനമൊക്കെ കൊണ്ടുവന്നിട്ട് കസ്റ്റമേഴ്സ് ഞങ്ങൾ സെർവ് ചെയ്ത സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്താ പറയുക, ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയൊക്കെ ദൂരെ ഇങ്ങനെ നിൽക്കും. ഞാൻ എൻ്റെ വാച്ച് എല്ലാ സാധനം അവിടെ വെച്ച് സ്പ്രേ ഒക്കെ അടിച്ച് നേരെ ബാത്റൂം പോയി ആ രീതിയിൽ ഞാൻ സാനിറ്റൈസ് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ്. അത്രയൊക്കെ റിസ്കിലാണ് നമ്മൾ ഈ സംഗതികളൊക്കെ നടത്തിയത്. അല്ല, ആ സമയത്ത് ഒരുപാട് നമ്മൾ സൂപ്പർ മാർക്കറ്റ് അങ്ങനത്തെ കോവിഡ് എല്ലാം വിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതെ, നോക്കാതെയാണ് സർവീസ് ചെയ്തത്. അപ്പൊ ആ സമയത്ത് കാരണം ദിസ് ഇസ് ഫുഡ്. ആൾക്കാർക്ക് എന്താ പറയാ, മറ്റേതിപ്പോ ഒരു സാധനം ഇല്ലെങ്കിൽ ഷർട്ട് ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇട്ട് ഉപയോഗിക്കാം, എന്തൊക്കെ ചെയ്യാം. ദിസ് എ ഫുഡ് ഐറ്റം വേർ ദേ ഹാവ് ടു ഗെറ്റ് ഇറ്റ്. ആ സമയത്ത് ഞങ്ങൾ സെർവ് ചെയ്ത് ആ ഒരു സർവീസിന്റെ ഒരു ചെറിയ അംശം തന്നെ അവർ ബാക്ക് തരികയാണെങ്കിൽ ഈ പറഞ്ഞ 100 ഔട്ട്ലെറ്റ്സ് പൂട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഇനി പോകുന്ന നെക്സ്റ്റ് ജനറേഷന് അവരോട് ഈ ലോയൽറ്റി, നിങ്ങളിപ്പോ പറഞ്ഞ റിലേഷൻഷിപ്പിൽ പോലും അവർ ലോയൽറ്റി ഒന്നും കാണാത്ത ഒരു ജനറേഷൻ ആണല്ലോ കൂടുതൽ, ബിക്കോസ് ഓഫ് എല്ലാ മീഡിയ ഇൻഫ്ലുവൻസ് ഒക്കെ ആവാം. അപ്പൊ അതിനെ നമുക്ക് ടെക്നോളജി ആയിട്ട് ഇപ്പൊ ലോയൽറ്റി പ്രോഗ്രാം അല്ലെ റിവാർഡ് സിസ്റ്റം അതിനെ ബിൽഡ് ചെയ്തൂടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ. നമ്മളിപ്പോൾ ഓൾറെഡി ലോയൽറ്റി പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട്. നമുക്ക് എന്താ പറയുക, നമ്മൾ കസ്റ്റമർ മൊബൈൽ നമ്പർ വെച്ചുകൊണ്ടുള്ള പോയിന്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ പോയിന്റ്സ് അവർക്ക് റിഡംഷൻ ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ മാതിരി അവർ ചെയ്യുന്ന ആ ലെവലിലേക്ക് ഒരിക്കലും പറ്റില്ല. അവരിപ്പോൾ നമ്മൾ 2 ദിവസം നമ്മൾ അല്ലെങ്കിൽ ഒരാഴ്ച സാധനം വാങ്ങാതെ തിന്നു കഴിഞ്ഞാൽ അവർ നെക്സ്റ്റ് ഓർഡറിൽ 50 rupees 100 rupees എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൊടുക്കുന്നുണ്ട്. സോ ദേ വാണ്ട് ദാറ്റ് കസ്റ്റമേഴ്സ് ടു ബി റീറ്റെയിൻഡ്.
because they want to show to their investors that we have so much of customer base and number of orders and as I told earlier revenue അത് കാണിക്കാന്നാണ്. പക്ഷെ നമ്മൾ സംഭവിച്ചിടത്തോളം 50-100 റുപ്യ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 500 റുപ്യൻ്റെ അല്ലെങ്കിൽ 200 റുപ്യൻ്റെ സാധനത്തിന് 100 റുപ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% ആയി. സോ ആർ മാർജിൻ ഇസ് വെരി തിൻ വെൻ യു കമ്പയർ ടു വെൻ യു ടേക്ക് ഇൻ ടു അക്കൗണ്ട് സൂപ്പർ മാർക്കറ്റ്സ്. മാക്സ് ടു മാക്സ് മാർജിൻ 15-20% ആണ്. ആ ഒരു മാർജിനിൽ ഞങ്ങൾക്ക് സർവൈവൽ ചെയ്യാൻ വലിയ പ്രശ്നമാണ്. സോ ഫോർ ദാറ്റ് വി ആർ പ്ലാനിങ് ടു ഹാവ് അവർ ഓൺ ട്രേഡ്. നമ്മളെല്ലാവരും ഒരുമിച്ചിട്ട് ഒരു ബൾക്ക് പർച്ചേസ് ചെയ്യാമെന്നും ആ പർച്ചേസിൽ നമ്മൾ സാധനങ്ങൾ എല്ലായിടത്തും എത്തിക്കാമെന്നുള്ള ആ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ, ബിക്കോസ് കമ്പനിയോട് സംസാരിക്കാൻ ദേ വോണ്ട് വോളിയൂംസ്. അതെ അതെ, ഇപ്പൊ നമുക്ക് അറിയാം ലുലു അങ്ങനത്തെ ഒക്കെ ആണല്ലോ, ലുലു ഒക്കെ സർവൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണല്ലോ. നമ്മളിപ്പോ ഒരു ഔട്ട്ലെറ്റ് 5 കേസ് വാങ്ങുമ്പോൾ കിട്ടുന്ന പ്രൈസ് എല്ലായിരിക്കും ഒരു 100 അല്ല 500 കേസ് വാങ്ങുമ്പോൾ. ഇപ്പൊ നമ്മൾ 500 കേസ് നമ്മൾ എല്ലാ ഔട്ട്ലെറ്റും കൂടി ഒരുമിച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ 500-1000 ഇവരെക്കാട്ടി കൂടുതൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പക്ഷെ അത് കൃത്യമായിട്ട് അത് ഓർഗനൈസ് ചെയ്യുക, അത് കൃത്യമായിട്ടുള്ള ഡിസ്പാച്ച് നടക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പം BMA ശരിക്കും ശ്രദ്ധിക്കുന്നതും നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫ്യൂച്ചർ ഈ ഒരു ടെക്നോളജിക്കൽ എവല്യൂഷൻ നമുക്ക് അങ്ങനെ തന്നെ പറയാം. കാര്യം നമ്മൾ ഒരു എവല്യൂഷനായിട്ട് തന്നെ ഇതിനെ കാണേണ്ടി വരും. നമ്മൾ ട്രാൻസിഷൻ പീരീഡ് ആണ്. നമ്മൾക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാനോ ഭയപ്പെട്ട് മാറി നിൽക്കുന്നതിൽ കാര്യമില്ല, അതിൽ പാട്ടാവാതിരുന്നിട്ടും കാര്യമില്ല. അപ്പോൾ ആസ് എ ഇൻഡിവിജ്വൽ സൂപ്പർ മാർക്കറ്റ് ഓണർ, ആസ് എ ബിസിനസ് ഓണർ, ഈ ഷോപ്പ് ഓണേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ഇതിൻ്റെ കൂടെ പിടിച്ചു നിൽക്കാം, എങ്ങനെ ഇവരായിട്ട് ഈ ടെക്നോളജി യൂസ് ചെയ്തിട്ടോ ഇനി യൂസ് ചെയ്യാതെയോ എങ്ങനെ ഈ ഒരു ട്രാൻസിഷൻ്റെ ഭാഗമാവാം എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. നമ്മൾ ട്രാൻസിഷൻ വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് ചേഞ്ചസ് നമ്മുടെ കയ്യിൽ വരുത്തിച്ചിട്ടുണ്ട്. അത് ഇൻവെൻട്രിയിലാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റംസിലാണെങ്കിലും എല്ലാം സൂപ്പർ മാർക്കറ്റിന്റെ ഓവറോൾ ആംബിയൻസിലാണെങ്കിലും എല്ലാം ട്രാൻസിഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതെ അതെ. ഇനിയിപ്പോൾ ഈ വോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വോർ തന്നെയാണ്, വോറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോർ തന്നെയാണ്. പക്ഷെ അതിൽ സർവൈവ് ചെയ്യാന്നാണ് മെയിനായിട്ടുള്ളത്. നമ്മൾ എന്താ പറയുക, വാഷ് ഔട്ട് ആവാതെ നമ്മൾ പിടിച്ചു നിൽക്കുക എന്നുള്ള മെയിനാണ്. ഈ ഒരു ട്രാൻസിഷൻ പീരീഡിൽ വാഷ് ഔട്ട് ആവാതെ പിടിച്ചു നിൽക്കുന്നവരായിരിക്കും ശരിക്കും പിന്നീട് ഫ്യൂച്ചർ പ്ലേയേഴ്സ്. കാരണം ഇതിനൊക്കെ ഒരു ടൈം ഉണ്ട്. ദേ കാണ്ട് സിംപ്ലി കീപ്പ് ഓൺ ഫണ്ടിങ് ആൻഡ് അതിനൊരു ഒരു സാച്ചുറേഷൻ പീരീഡ് വരും. അപ്പോൾ അതുവരെക്ക് പിടിച്ചു നിൽക്കൽ നമുക്കുള്ള ആവശ്യമാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BMAൻ്റെ ഒരു സാധനം വഹിക്കുന്നത് തന്നെ. നമ്മളിപ്പം ഓരോ ഇൻഡിവിജ്വൽ ഔട്ട്ലെറ്റും ചെയ്യാൻ പറ്റുന്നത് അവരവർ ചെയ്യുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി അവിടെ ബിൽഡ് ചെയ്യുക, അവിടെ ലോക്കലായിട്ടുള്ള പല സംഗതിയിൽ നടന്നു. ഇപ്പം നമ്മളിപ്പോൾ അടുത്തൊരു പരിപാടിയിൽ നമ്മളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവർക്ക് എന്താ പറയുക, അവർ പറഞ്ഞ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമ്മൾ ഒരു കാര്യം ഗിഫ്റ്റ് വൗച്ചർ തരാം, നിങ്ങൾക്ക് ഗിഫ്റ്റ് വൗച്ചേഴ്സ് തരാം. അവർ ഒരു റെഡ്യൂസ് പ്രൈസ് നമ്മൾ അവർക്ക് ഗിഫ്റ്റ് വൗച്ചേഴ്സ് കൊടുത്തു. നമ്മൾ അതിൽ പങ്കെടുക്കുകയും ചെയ്തു. അവർ പരിപാടിയിൽ നമ്മുടെ അവിടെ ഒരു ബാനറൊക്കെ വെച്ച് അവർ സ്റ്റേജിലൊക്കെ ഞങ്ങളുടെ പേരൊക്കെ വന്നു. ആ രീതിയിൽ ഇതായി. അപ്പോൾ അവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഗിഫ്റ്റ് വൗച്ചർ അവരുടെ സൊസൈറ്റിയിൽ ഫ്രീ ആയിട്ട് കൊടുത്തു. ഫ്രീ ആയിട്ട് വെച്ചാൽ ഒരു മാനദണ്ഡമുണ്ട്, അതിന് വേണ്ടിയിട്ട് അവർ കൊടുത്തു. അപ്പോൾ അവരെന്തായി, അൾട്ടിമേറ്റ്ലി ഞങ്ങളുടെ ഷോപ്പിൽ ഡെയിലി വരാൻ തുടങ്ങി. അവർ വന്നിട്ട് വരുന്ന സമയത്ത് ബിക്കോസ് മെനി കസ്റ്റമേഴ്സ് പ്രീവിയസ്ലി ഞങ്ങളുടെ അങ്ങനെ ഓഫേഴ്സ് ഒന്നും കൊടുക്കാത്ത സമയത്ത് നഷ്ടപ്പെട്ട കസ്റ്റമേഴ്സ് ഈ രീതിയിൽ അവർ തിരിച്ച് ഒരു ലിമിറ്റ് വരെ നമുക്ക് സാധിക്കും. ഇങ്ങനെയുള്ള സോഷ്യൽ ഇൻട്രാക്ഷനിൽ നമുക്ക് പറ്റും. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ആ വൗച്ചറിൽ റിഡീം ചെയ്തിട്ട് അവർ സാധനം വാങ്ങിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി അതിൽ ഒരു കാശ് മാത്രം കൊടുത്തിട്ട് ഇൻവോൾവ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ഇതും കൂടി കസ്റ്റമറിനെ നമ്മുടെ ഔട്ട്ലെറ്റ് വരുത്തിക്കാനുള്ള ഒരു പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളിപ്പം വേറെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പരിപാടിയിലാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻവെൻട്രി മാനേജ്മെന്റ് സോഫ്റ്റ്വെയർസ്. പണ്ടൊക്കെ സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് ചെയ്യാനല്ല അതിന് ആളെ വെക്കാനൊക്കെ ആളുകൾ മടിയായിരുന്നു. ഇപ്പൊ ആ ഒരു ചേഞ്ച് നമുക്ക് വന്നിട്ടുണ്ട്. അതെ, ഇപ്പൊ ഡെലിവറി ആപ്പ് ഒക്കെ ഉണ്ട് നമുക്ക്. ഡെലിവറി ആപ്പിൽ നമുക്ക് ഇത്ര മിനിറ്റ് കൊണ്ട് ഡെലിവറി നടന്നു, ഇത്ര ഡെലിവറി നടന്നു, ആരെയാണ് അസൈൻ ചെയ്തത്, അങ്ങനത്തെ പല സംഗതി നമ്മൾ കാണും. അതൊക്കെ അഡാപ്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെയൊക്കെ നമ്മള് ചെറിയൊരു എമൗണ്ട് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാറി നിൽക്കുമ്പോൾ എല്ലാം നമ്മൾ പണ്ട് ചെയ്തതുപോലെ എഴുതലും കുത്തലും ഒക്കെ ആയി കഴിഞ്ഞാൽ we will be left behind. So we have to adopt this technology. For that
ഡെഫിനറ്റ്ലി വിൽ ഹാവ് ടു പമ്പ് അഡീഷണൽ ക്യാപിറ്റൽ ഓൾസോ. നമുക്ക് കിട്ടുന്ന അമൗണ്ടുകൾ അതേപോലെ നമ്മൾ കൊണ്ടുവന്നതിന് പകരം ആ ഷോപ്പിലേക്ക് ഔട്ട്ലെറ്റിലേക്ക് കൂടി അമൗണ്ട് ഇട്ടിട്ട് അതിൻ്റെ ഷെയർ ഇട്ടിട്ട് വേണം നമ്മൾ ഇതിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അത് ഒരു ഏരിയ ബേസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു ട്രാൻസിഷന്റെ ഭാഗമായിട്ട് മാറാൻ പറ്റും. അതെ, പിന്നെ അത് കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ ട്രേഡ് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു അതെ 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 കാരണം വെച്ചാൽ അത് പാക്കിംഗ് യൂണിറ്റ് പോലെ നമുക്ക് ആക്കാൻ പറ്റും. പാക്കിംഗ് യൂണിറ്റ് നമ്മൾ സിംഗിൾ ആക്കി നമ്മൾ ആ രീതിയിൽ ആലോചിക്കുന്നുണ്ട്. ഒരു സിംഗിൾ പാക്കിംഗ് യൂണിറ്റ് നമ്മുടെ റൈസ് ആണെങ്കിലും നമ്മുടെ പൾസസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഒരുമിച്ചിട്ട് കൊണ്ടുവന്ന് ഇപ്പോൾ ഓരോ ഔട്ട്ലെറ്റിൽ ഇപ്പോൾ ശരിക്കും സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ ഒരു ഗോഡൗൺ ഉണ്ടാവും, അവിടെ ഒരു പാക്കിങ്ങിന്റെ 2-3 സ്റ്റാഫുകൾ ഉണ്ടാവും, അവിടെ ഒരു പാക്കിംഗ് മെഷീൻ ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ട് അവർ ഇൻഡിവിജ്വലി ഓരോ സാധനം പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഒരു മെഷീൻ രീതിയിൽ വരികയാണെങ്കിൽ നമ്മളൊരു ബ്രാൻഡിൽ അത് ക്രിയേറ്റ് ചെയ്ത് അത് മെഷീനിൽ വന്ന് എല്ലാ ഔട്ട്ലെറ്റിലേക്ക് നമ്മൾ പോകുന്ന ഒരു സിറ്റുവേഷൻ, അതിനൊക്കെ എന്താ പറയുക നമ്മൾ BMM മുൻകൈ എടുക്കുന്നുണ്ട്. സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നെക്സ്റ്റ് ലെവലിലേക്ക് അതിലൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഒരു കാര്യം കൂടി നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്ന നിലയിൽ നമ്മള് നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, നാട്ടിൽ ഒരുപാട് ഇത്ര രൂപ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു വൗച്ചർ, ആ വൗച്ചർ നമ്മൾ ഇത്ര മാസം കഴിഞ്ഞാൽ നിരക്കെടുത്ത് അതിൽ വിജയികൾക്കൊക്കെ ഇതാക്കുക, ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക. ഷോപ്പിംഗ് ഫെസ്റ്റ് ആ രീതിയിലും അതിനുള്ള പ്ലാനിങ്ങും നമ്മളെ എക്സിക്യൂട്ടീവ് തീരുമാനം എടുക്കുന്നുണ്ട്. നമ്മൾ പൊതുവെ ബാംഗ്ലൂർ മലയാളികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് മിനിമം 8 വർഷം 10 വർഷം 20 വർഷമൊക്കെ ഇവിടെയുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്കറിയാം ഈ ബാംഗ്ലൂരിനെ ബിൽഡ് ചെയ്തെടുത്ത് തന്നെ ഇതുപോലുള്ള ബിസിനസ്സുകളും ഇതുപോലുള്ള മലയാളികളുടെ ബിസിനസ്സുകളാണ് ഒട്ടുമിക്കത്. അപ്പോൾ നമ്മൾക്കൊക്കെ ഒരുപാട് നേരത്തെ പറഞ്ഞതുപോലെ ചാരിറ്റിയിലാണെങ്കിലും ഞങ്ങളുടെ ഡെയിലി ലൈഫിലാണെങ്കിലും ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്, നമ്മുടെ കണക്ഷൻ ആയിട്ടുണ്ട്. നമ്മൾക്ക് പെട്ടെന്ന് ഒന്ന് ഓടിച്ചെല്ലാൻ പറ്റുന്നത് തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ ആയിരിക്കും, പിന്നെ അല്ലെങ്കിൽ ഒരു ബേക്കറിലെ ചേട്ടനായിരിക്കും നമ്മളെ എപ്പോഴും ഒരു കാര്യത്തിന് വിളിച്ചാലൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ആസ് എ ബാംഗ്ലൂർ മലയാളി കമ്മ്യൂണിറ്റി, നമുക്ക് ഈ കാണുന്ന വീക്ഷിക്കുന്ന മലയാളികൾ, നമ്മൾ സാധാരണക്കാർ, ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, സ്റ്റുഡൻസ്, അപ്പോൾ ഇവർക്ക് നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയെ, ഈ ഒരു കമ്മ്യൂണിറ്റിയെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം? നമ്മളൊരു ഈ ഒരു ഫ്യൂച്ചർ എവല്യൂഷൻ വരുമ്പോൾ BMAയുടെ പുതിയ തീരുമാനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ അതുവരെ ഈ സാധാരണക്കാരെന്ന രീതിയിൽ നമുക്കെങ്ങനെ ഈ ഒരു വാറിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഒന്ന് പറയാം. നമ്മൾ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ മെയിനായിട്ട് വന്ന് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് നടക്കും. അതാണ് ശരിയായ രീതിയിൽ. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്താ പറയുക, ജസ്റ്റ് മോണിറ്ററി ലെവൽ മാത്രം നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ആണാണെങ്കിൽ പെണ്ണാണെങ്കിലും അവർ ജസ്റ്റ് ഒരു മോണിറ്ററി ലെവൽ മാത്രം നോക്കിയിട്ട് പോവുകയാണെങ്കിൽ അവിടെ അവർ വീഴ്ച വരാൻ സാധ്യതയില്ലേ? അല്ലേ? അതുപോലെ തന്നെ ഇതിൻ്റെ സ്ഥിതിയും നമ്മൾ എന്താ പറയുക, ആ ഒരു മോണിറ്ററി ലെവൽ നോക്കുന്നതിന് പകരം അതിൻ്റെ എന്താ പറയുക അവനുള്ള ഫ്യൂച്ചേഴ്സ് എന്താണ്, അവൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അവൻ്റെ മൈനസ് എന്തൊക്കെയാണ് എന്ന് പഠിക്കാനുള്ള ഒരു വേദിയും കൂടി ഉണ്ടാക്കിയാലാണ് ശരിക്കും പറയുകയാണെങ്കിൽ അതിന് നല്ലൊരു റിസൾട്ട് വരും, അല്ലേ? പിന്നെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയൂലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഒരു പെൺകുട്ടി രാത്രി 10 കട പൂട്ടുന്ന സമയമാണ്. പെട്ടെന്ന് അവിടെ ഒരു സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കുന്ന സമയത്ത് തടഞ്ഞു വീണു. കുറച്ച് വെയിറ്റുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ അവൾ മുട്ടടിച്ച് വീണു. ഞങ്ങൾ ഉടനെ ഉള്ളിൽ നിന്ന് ഷട്ടർ താത്തി ഞങ്ങൾ ഉള്ളിൽ നിന്ന് ഓടി വന്നു, വെള്ളം കൊണ്ടുവന്നു, കുട്ടിക്ക് കൊടുത്തു, കുട്ടീനെ ആശ്വസിപ്പിച്ചു. ഇതൊക്കെ എന്താ പറയുക ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന സംഗതി അല്ലല്ലോ. ജസ്റ്റ് ചെറിയൊരു എക്സാമ്പിൾ ആണെങ്കിൽ അതിന് ഒരുപാട് ഉണ്ട്. ഇപ്പം അടുത്തുള്ള ഇപ്പോൾ ഒരുപാട് ഇപ്പം മെയിനായിട്ട് ബാംഗ്ലൂർ മാത്രമല്ല നാട്ടിലൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ എൽഡേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ വീടുകളിൽ കിടക്കാന്ന് വെച്ചാൽ അവർക്ക് കൂടെ ആരും ഇല്ല. എൻ്റെ ഷോപ്പിൽ വരുന്ന ഒരുപാട് ആളുകളിൽ മിക്കവാറും കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളും ഉണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ ചുരുങ്ങിയതൊരു 15 to half an hour വരെ അവർ എന്നോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. ഞാൻ അതിന് ടൈം യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് എനി വൺ ടു ഹാവ് എ ഡയറക്റ്റ് ഐ കോണ്ടാക്ട് ആൻഡ് സ്പീക്ക്. ആ ഒരു ടച്ച് ശരിക്കും എന്ന് വെച്ചാൽ അവരുടെ ഹെൽത്തിനും കൂടി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ചിലപ്പോൾ പറയും, ചില വന്ന് കുറച്ച് പ്രായമുള്ള ആളുകൾ വരുമ്പോൾ ഞാൻ പറയും, ഈ പ്രായസം നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ സാധനത്തിൽ ചെല്ലുന്ന പറയും, നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ ഒരു സുഖം ഉണ്ടല്ലോ, അത് അവിടെ കിട്ടില്ല എന്ന് പറയും.
ഞാൻ അവിടെയാണ് റെഡിറ്റിൽ ഒരു സ്റ്റോറി അയച്ചു. ഓക്കെ. ഒരു ടെക്കി അവന് വീക്കെൻഡിൽ ഇത് റാപ്പിഡോ ബൈക്ക് ഓടിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് അവൻ വർക്ക് ഫ്രം ഹോം ആണ്, വീട്ടിൽ തന്നെ വർക്ക്. ഓർക്ക് ആളുകളായിട്ട് ഒരു ബന്ധവും ഇല്ല. അപ്പൊ ഡിപ്രഷനിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിട്ട് അവൻ കണ്ടൊരു ഒരുപാട് സൂസൈഡ് കേസ് ഇതൊക്കെ വരുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. ആളുകളായിട്ടുള്ള കണക്ടിവിറ്റി എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമാണ്, കാരണം നമ്മളൊക്കെ ഒരു എന്താ പറയുക, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ആനിമൽ എന്ന് പറയാം. ആനിമൽ ഡിഫറൻസ് എന്താകുന്നത്, നമ്മൾ സോഷ്യൽ ആനിമൽ. സോ വി ഹാവ് ടു ബി ഇൻ ദ സൊസൈറ്റി. അതിപ്പോ ഒരു വെർച്വൽ ലോകമായിട്ട് മാറിയിരിക്കുകയാണ്. ശരിക്കും വെർച്വൽ ലോകത്ത് നിന്ന് മാറി എന്നുകൊണ്ട് വി ഹാവ് ടു ബി വിത്ത് ദി സൊസൈറ്റി. ആ സൊസൈറ്റിന്റെ ഭാഗമായിട്ടാണ് ഈ നെയ്ബർഹുഡ് ആയിട്ടുള്ള ഈ കിരാന സ്റ്റോഴ്സ് എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ ഇതുപോലത്തെ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്. കാരണം നമ്മളിപ്പോ ഒരു 50 രൂപ സേവ് ചെയ്തിട്ട് നാളെ ഒരു ഹെൽത്ത് ഡോക്ടർ കൊടുക്കുന്നതിൽ അർത്ഥമില്ല. അതെ 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 അതെ. അപ്പൊ ആ രീതിയിൽ ജനങ്ങളോട് പറയാനുള്ളത്, വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, അവർ സപ്പോർട്ട് ചെയ്യേണ്ടത് ഈ രീതിയിലാണ്. അടുത്ത് വരിക, സംസാരിക്കുക. ആൻഡ് വി ആർ ഓൾസോ, ഇറ്റ്സ് നോട്ട് ദാറ്റ് വി ആർ നോട്ട് ഗിവിംഗ് ഓഫേഴ്സ്, വി ആർ കോമ്പറ്റീറ്റിംഗ്. വി ആർ എൻ്റെ ഒരു മാനേജർ ഒരു തെലുങ്ക് ആയിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് അവര് പ്രിഫർ ചെയ്യാ കേരള മലയാളി സൂപ്പർ മാർക്കറ്റാ ഷോപ്പിങ്ങിന്. കാരണം എന്ന് വെച്ചാല് അവിടെ പോകുമ്പോ തന്നെ അവിടെ ഉള്ള ഒരു ഗ്രീറ്റിങ്ങും, പിന്നെ അവർക്ക് അറിയാം ഇവർക്ക് ഏത് സാധനം. ഇവര് പോകുമ്പോ തന്നെ കൂടെ ഒരു അസിസ്റ്റന്റ് പോലെ ഒരുത്തം പോയി സാധനം എടുത്തു കൊടുത്ത് തിരിച്ച് പാക്കാക്കി കഴിഞ്ഞാൽ വീട്ടിലെത്തിച്ചു കൊടുക്കുക. അപ്പൊ അതും ആ ഒരു എക്സ്പീരിയൻസ്. പിന്നെ അവരുടെ എക്സ്പീരിയൻസ് മാത്രമല്ല, ശരിക്കും പറയുകയാണെങ്കിൽ വെച്ചാൽ നമ്മൾ സ്റ്റാഫിന്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. നമ്മൾ സ്റ്റാഫിനെ റീറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നുണ്ട്. അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ, ഇപ്പൊ ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്താ ഒരു ചട്ടം ഉണ്ടാവും. ഒരു രാവിലെ ഇത്ര മണി വരെ അത് എന്താ പറയുക, അതിൽ മന്ത്ലി എന്താണെന്ന് വെച്ചാൽ ഇത്ര ലീവ് ഉണ്ടാവും, അങ്ങനെയൊക്കെയാണല്ലോ. പെട്ടെന്നൊരു ഏജൻസി വന്ന് അവർക്കൊരു മെഡിക്കൽ സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ അതിനുള്ള കാശ് വേണം. ഇത് വരുന്ന സമയത്ത് അവർക്ക് എവിടെയും കിട്ടില്ല. ആ സമയം നമ്മളിവിടെ നിൽക്കുന്ന ആളുകൾ നമ്മൾ ആ സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. സോ അവിടെ ഒരു എന്താ പറയുക, സോഷ്യൽ കോസും കൂടി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരും നമ്മളോട് ഭയങ്കര ലോയലാണ്. അങ്ങനെയുള്ള സ്റ്റാഫുകളൊക്കെ ഞങ്ങൾ ലോയലാണ്. അവർ നമ്മളെ കസ്റ്റമർ കണ്ടു കഴിഞ്ഞാൽ സ്വന്തം ഇത്ര കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫിനെ പറ്റിയിട്ട് ഞങ്ങളുടെ മുമ്പിലൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഉദാഹരണത്തിന് ഒരു സെപ്റ്റോയില് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇൻഷൂർ ഉണ്ടാവും, പക്ഷെ അത് ലിമിറ്റ് ഉണ്ട്. 2 lakh 4 lakh. അതും ഗ്രൂപ്പ് ഇൻഷൂർ. അത് മൊത്തം ആ ഏരിയയിലുള്ളതോ അല്ലെ ആ യൂണിറ്റിലുള്ള മൊത്തമായിട്ടുള്ള ഫണ്ടാണ്. പിന്നെ ഇപ്പൊ ഈ 5 to 10 മിനിറ്റ് ഡെലിവറി ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര റിസ്കിയാണ്. ഒരുപാട് നിങ്ങളിപ്പം സർവേ നോക്കി കഴിഞ്ഞാൽ there has been lot of cases where accidents have happened and traffic violation. നമ്മൾ ഒരു ലൈഫിന്റെ വാല്യൂ ഒരു 5 to 10 minutes ഡെലിവറിയിൽ തീർക്കേണ്ടതില്ല. അതൊരു വലിയ തോട്ടം. ബിക്കോസ് പ്രഷർ ആണ്. ഇഫ് യു ആർ ഗിവൻ എ പ്രഷർ ടു do so much quantity of numbers of delivery in a day, if you are not doing that, you are fired exactly, or you are not getting the incentive as expected. So idinda samayathu avane kondu odikiyanu. Appo aa odikkunna idayil he forgets everything. He is just behind that incentive or that money or that target. അല്ല അവരൊക്കെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അവര് ഡേ ടു ഡേ ഡീലിങ്സ് പോലെയാണ്. They are not permanent staff. Correct. They can hire anyone anytime for without any reasons. Correct. അതേപോലെ ഒരു മലയാളി സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്ക് വിഷയം നിങ്ങൾ പറയില്ലല്ലോ നമ്മളെ 5 lakh ആണ് ബജറ്റ്. പെറ്റൽ മാത്രമല്ല, അവർ സിസ്റ്ററിന്റെ ഒരു കല്യാണം അല്ലെങ്കിൽ വീട്ടിലൊരു വിഷയം ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ കൂടെ പോവാ. ഞാൻ എത്രയോ പ്രാവശ്യം ഒരുപാട് സ്റ്റാഫുകൾ മംഗളാപുരത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ എന്താ പറയാ, പണ്ട് ഞാൻ യാത്ര തന്നെയായിരുന്നു. ഇവരെ കല്യാണത്തിന് പോവാ, സിസ്റ്റർ കല്യാണത്തിന് പോയാൽ തന്നെ അവരെ കുടുംബത്തില് അവരെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ അങ്ങനെയുള്ള ഒരു സോഷ്യൽ ബിൽഡിംഗ്. സോ വി ഓൾസോ ഫീൽ ആർ മൈൻഡ് ഇസ് ഫ്രഷ്. നമുക്ക് എന്താ പറയാ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉണ്ടല്ലോ. ഒരു ബിസിനസ് മാത്രമല്ലാതെ ഒരു സോഷ്യൽ കോസ് കൂടിയാണ് ഇതിലൂടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് നമ്മുടെ വ്യൂവേഴ്സ് എന്തായാലും കൺസിഡർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലുള്ളത്. കാരണം വെച്ചാല് അല്ല, ഇതൊരു നല്ലൊരു തോട്ടാണ്. കാര്യം നമ്മൾ എപ്പോഴും ഇപ്പം 90% ഓഫ് നമ്മളിപ്പം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ്. നമുക്കറിയാം, നമുക്കതിൽ ഒരു ഷോർട്ട് ടൈം ബെനിഫിറ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ I am not against, we are no one are against online. Exactly. It should be a hybrid model. That's what I am saying. We are also planning to come on online. So it's not like that. പക്ഷെ എന്താ പറയുക, ജസ്റ്റ് മോണിറ്ററി ലെവൽ നോക്കിക്കൊണ്ട് പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊന്ന് പുറത്തേക്ക് ചാടിച്ചിട്ട് ഞങ്ങളെയും വിസിറ്റ് ചെയ്യാം.
നമ്മളെ സാധനങ്ങളും കൂടി ഒന്ന് നോക്കുക. പിന്നെ പലപ്പോഴും കാണാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കമ്പനിക്കാരനെ പറഞ്ഞതാണ് ഏത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ കുക്കർ ഇങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ, അത് ഓൺലൈനിലെ ഡിമാൻഡ് പോലത്തെ സ്ഥലത്ത് അവർ കൊടുക്കുന്നത് അവർ അതിന്റെ ഗേജ് കുറച്ചിട്ടാണ് കൊടുക്കുക. ക്വാളിറ്റിന്റെ തിക്നെസ് ഉണ്ടല്ലോ, അത് കുറച്ചാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, they can give for a better price. Whereas നമുക്ക് തരുന്ന സമയത്ത് അവർ നല്ല ക്വാളിറ്റി സാധനം തരും. പിന്നെ വാറണ്ടി പാർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളാണെങ്കിൽ ഉടനെ കസ്റ്റമർ ചിലപ്പോൾ ചോദിക്കുന്ന അറിയാ ഇത് തിരിച്ചു കൊണ്ട് ബില്ലില്ല, യുവർ ഫേസ് ഇസ് മൈ യുവർ ബിൽ. അതാണ് ഞാൻ വേർഡ് ഉപയോഗിക്കാറ്. നിങ്ങളുടെ ഫേസ് ആണ് എന്താ പറയുക ബില്ലെന്ന് പറയും. കാരണം വെച്ചാൽ ശരിക്കും പറയുകയാണെങ്കിൽ അവർ സ്ഥിരം വരുന്ന ഐ നോ ദാറ്റ് യു ഹാവ് ബോട്ട് ഫ്രം ഇയർ ഓൺലി, ആ രീതിയിലൊക്കെ ഞങ്ങൾ എന്താ പറയുക. അപ്പോൾ ആ ഒരു എക്സ്ചേഞ്ച് ഫെസിലിറ്റീസ്, അവർ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ വി ട്രസ്റ്റ് കസ്റ്റമേഴ്സ്. ഇപ്പോൾ ശരിക്കും നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മിൽക്കിന് ശരിക്കും പറയാൻ ഒരു പാക്കറ്റ് വെക്കുമ്പോൾ നമുക്ക് 30-40 പൈസയാണ് ഒരു പാക്കറ്റ് പാല് വെക്കുമ്പോൾ നമുക്ക് കിട്ടുക. സോ സം കസ്റ്റമേഴ്സ് ടേക്ക് ഇറ്റ് കുറേ നേരം പുറത്ത് വെച്ചിട്ടുണ്ടോ, അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ അത് ബോയിൽ ചെയ്യാൻ നോക്കുമ്പോൾ അത് കേടായിട്ടുണ്ടാവും. അപ്പോൾ അവർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ കസ്റ്റമർ ആണെങ്കിൽ വി ഡോണ്ട് സേ നോ, അവർ വേറൊരു പാക്കറ്റ് കൊടുത്താൽ അത് സെറ്റിൽ ചെയ്യും. അല്ല ചിലപ്പോൾ കസ്റ്റമർ പറയുന്ന അറിയാം നമ്മൾ ഡെലിവറി കിട്ടിയെന്ന് ഈ സാധനം കിട്ടിയില്ല, ആ ബാഗിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയും. വി ട്രസ്റ്റ് ഓൺ ദാറ്റ്. സോ ദാറ്റ് ട്രസ്റ്റ് ഫാക്ടർ ഇസ് ഓൾവേസ് ദർ. പിന്നെ പണ്ട് മുതലേ ക്രെഡിറ്റ് കൊടുത്തോണ്ടിരുന്ന ആരാണ്? ഇപ്പോഴാണല്ലോ ഇപ്പൊ ഈ ഒരുപാട് EMI ഫെസിലിറ്റി അതൊക്കെ വന്നത്. ഒരു ഗ്യാരണ്ടി ഇല്ലാതെ അവർ വന്ന് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ പറ്റിലധികം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ആരാണ് തുടങ്ങിയത്? അതാണ് ഹോം ഡെലിവറി ആണെങ്കിൽ ഇതാണെങ്കിൽ എല്ലാം ഈ പറഞ്ഞ മതി നമ്മുടെ പൂർവികന്മാരുടെ ഐഡിയാസ് ആണ് അവരിപ്പോ ഈ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അത് അവരുടെ സാമർത്ഥ്യമാണ്, അവർക്ക് പറയാൻ പറ്റില്ല, അവർ സാമർത്ഥ്യം തന്നെയാണ്. അതെ, അപ്പൊ നമുക്ക് ചെയ്യുന്നതിൽ ചില ലിമിറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ രീതിയിൽ ഒരു എന്താ പറയുക, ഇപ്പൊ വിചാരിച്ചോ നിങ്ങളിപ്പോ റിലയൻസിൽ പോയി അല്ലെങ്കിൽ എന്താ പറയാ ഏതെങ്കിലും ഒരു ഡിമാർട്ടിൽ പോയി, നിങ്ങളൊരു 1150 റുപ്യ ബില്ലായി, ഒരു 1000 റുപ്പീസാണ് നിങ്ങൾ പ്രതീക്ഷിച്ച് പോയത്. നിങ്ങൾ 1000 റുപ്പീസ് ബാക്കി 150 പിന്നെ തരാന്ന് തന്നെ അവർ സമ്മതിക്കും. നിങ്ങൾ ഞങ്ങളുടെ ഷോപ്പിൽ പോവാ, നിങ്ങൾ ഞങ്ങളുടെ ഷോപ്പിൽ പോവാ, ഞങ്ങൾ ഒരു 150 നോ പ്രോബ്ലം, ടുമോറോ ഞാൻ ഇപ്പം കൊണ്ടുതരാം, നോ പ്രോബ്ലം, ടേക്ക് യുവർ ടൈം, ടുമോറോ. പേ ഫോർ ലെറ്റർ ഒക്കെ പറയുന്നത് അപ്പൊ ഉദാഹരണത്തിന് പേ ഫോർ ലെറ്റർ വെച്ചിട്ട് പേ ചെയ്തെന്ന് വിചാരിച്ചോ, 30 days 31 ആയാല് the interest is 25 to 30%. 36%. അതാവും ഇല്ല, ഒരുപാട് ആള് പറയോ ഇത് 31 ദിവസം കഴിഞ്ഞ് ഇത്ര ഇൻട്രസ്റ്റ് പറയാൻ പറ്റില്ലല്ലോ. അത് മാത്രം ചില ആൾക്കാരൊക്കെ ജോബ് ഇല്ലാണ്ടൊക്കെ നഷ്ടപ്പെട്ട് അങ്ങനെ പോകുന്ന ആളുകളൊക്കെ ഞങ്ങൾ ഒഴിവായി കൊടുത്തിട്ടുണ്ട്. അല്ല, നമുക്കൊക്കെ ഓർമ്മയുണ്ട്, നമ്മൾക്ക് ബാംഗ്ലൂർ വന്ന ടൈമിൽ 8-9 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെ ഞങ്ങൾ 5-6 പേര് കൂടിയിട്ട് ചെറിയൊരു 1 BHK റൂമിലൊക്കെ താമസിക്കുന്ന ടൈമിൽ BTM സെക്കൻഡ് സ്റ്റേജിലൊക്കെ ആയിരുന്നു നമ്മൾ താമസിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഷിയാബിക്കൊക്കെ ഉണ്ട്, പുള്ളിയുടെ ചെറിയൊരു ടീ കെ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സൂപ്പർ മാർക്കറ്റിൽ എന്നാലും അത്യാവശ്യം ഒരു നല്ലൊരു അനാദി കടയായിരുന്നു. പുള്ളിയായിരുന്നു എല്ലാ മാസവും ഞങ്ങളെ കംപ്ലീറ്റ് എക്സ്പെൻസ് മീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളി നമുക്ക് അരി തരും, എല്ലാം നമ്മൾ അവിടുന്ന് വാങ്ങിക്കും, മന്ത്ലി ബില്ല് സെറ്റിൽ ചെയ്യും. അപ്പോൾ നമ്മൾക്ക് അപ്പോൾ ചെറിയൊരു എമൗണ്ട് പോക്കറ്റ് മണീസ് ഒക്കെ ആയിരിക്കും വരിക. നമ്മളിവിടെ ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ഒട്ടുമിക്ക ബാംഗ്ലൂർ മലയാളികൾക്കും ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ഈ വ്യൂവേഴ്സിനോട് കമ്മ്യൂണിറ്റിയോട് പറയാനുള്ളത്, അത്തരം ഒരുപാട് ആൾക്കാർ, ഒരുപാട് ബിസിനസ്സുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ അവരെ നമ്മളും തിരിഞ്ഞു നോക്കുക. അപ്പോൾ ഇത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് അതാണ് ബേസ്. ആ ബേസ് നിന്നാണ് കെട്ടിപ്പടുന്നിട്ട് ഇപ്പോഴത്തെ ഈ ബാംഗ്ലൂർ കാണുന്നത്. അപ്പൊ ആ ഒരു ഫൗണ്ടേഷൻ ഇളക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങളെ വ്യൂവേഴ്സ് എല്ലാവരും എന്താ പറയാ ഈ ഒരു കോസിന് സപ്പോർട്ട് ചെയ്യുക. കാരണം വെച്ചാല് ഇപ്പം നാട്ടിലാണെങ്കിലും പല ദുരന്തമൊക്കെ വന്ന സമയത്ത് ആരാണ് ശരിക്കും കച്ചവടക്കാർ തന്നെയാണ് മുൻകൈ എടുത്തിട്ട് ഓരോ രീതിയിലുള്ള കച്ചവടക്കാരാണ്. ചിലപ്പോൾ എന്താ പറയുക ഈ ഇത് ഉപയോഗിക്കുന്ന എന്താ പറയാ വണ്ടി ഉപയോഗിക്കുന്ന അവർ ട്രക്സ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ മാന്തുന്ന യന്ത്രം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അത് മൂവേഴ്സ് ഒക്കെ അവര് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഒരു ബിസിനസ്സുകാർ തന്നെയാണല്ലോ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അവരൊക്കെ ഒരു കോർപ്പറേറ്റ് ലെവലിലാണെങ്കിൽ അവർ അത് നിൽക്കില്ല, ഉടനെ ഒരു ഡിസിഷൻ എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന സംഗതി. അപ്പൊ എന്റെ ഷോപ്പിൽ വന്നിട്ട് എന്തെങ്കിലും ഡിസിഷൻ എടുക്കണമെങ്കിൽ ഞാൻ വേറെ ചോദിക്കേണ്ട ആവശ്യമില്ല, ഉടനെ എനിക്കൊരു ഡിസിഷൻ എടുത്തിട്ട് അവിടെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഹാർട്ടാണ് തിങ്ക് ചെയ്യുന്നത്, നമ്പേഴ്സോ അക്കൗണ്ട്സോ ഒന്നുമല്ല. കൂടുതലും ഒരു സോഷ്യൽ കോസും അതിൽ വരും. എല്ലാം ബിസിനസ്സാണ്, പക്ഷെ അതിൽ നമ്മളുടെ ഈ കാര്യങ്ങൾ കൂടി കൺസിഡേർഡ് ആണ്. കറക്റ്റ്. സോ ഈ കോമ്പറ്റേറ്റീവ് വേൾഡിൽ നമ്മൾ ലെറ്റ് us be competitive, but at the same time let us have a good interaction with
വിതൗട്ട് ദിസ് വെർച്വൽ വേൾഡ്. അതാണ് ഞാൻ പറയേണ്ടത്. ഡയറക്റ്റ് ഒരു കോൺടാക്ട്. ഇപ്പൊ നമ്മൾ പിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇവിടെ ഇങ്ങോട്ട് നോക്കിയിട്ട് സംസാരിക്കുന്നതാണെങ്കിൽ അതിന്റെ അർത്ഥമില്ലല്ലോ. വെൻ വി ഹാവ് ദാറ്റ് ഐ കോൺടാക്ട് then only we actually feel like to speak more or to give our expressions or views. അതെപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. So hopefully let's support all these causes and let's move on. അതാണ് എനിക്ക് പറയാനുള്ളത്. വേറൊരു കാര്യം പറയുന്നത് നമ്മളെ ഈ BML എല്ലാത്ത ഔട്ട്ലെറ്റ്സ് ഉണ്ടെങ്കിൽ പോലും അവരോടും പറയാനുള്ളത് നമ്മളെന്താ പറയുക തോൽക്കാൻ വന്നവരല്ല, നമ്മൾ എന്താ പറയുക ജയിച്ച് പോകേണ്ടവർ തന്നെയാണ്. എല്ലാം ഒരു ഫേസാണ്. ആ ഫേസ് കടന്നു പോകും. ആ ഫേസിൽ നമ്മൾ എന്താ പറയുക പിടിച്ചു നിൽക്കുക, എന്താണ് മാർക്കറ്റ് റിക്വയർമെന്റ്സ് ഇല്ല അതനുസരിച്ച് ചെയ്യുക, എന്നിട്ട് മുന്നോട്ട് പോവാം. തീർച്ചയായും അതെ ഭയങ്കര ഇനിഷ്യേറ്റീവ് ആണ്. ഇല്ല നമ്മള് ഓലയിലും വേണ്ട ഊബറും വേണ്ട, ഡയറക്റ്റ് കസ്റ്റമർ മതി നമ്മെ യാത്ര ഒരു ആപ്പ് പ്ലാറ്റ്ഫോം പ്ലാൻ ചെയ്തല്ലോ. കാരണം വെച്ചാൽ അതൊക്കെ ഭയങ്കര റേറ്റ് ആയിരുന്നു. മറ്റേ അവർക്ക് തീരെ കമ്മീഷൻസ് ഒക്കെ ഭയങ്കര ചാർജസ് ആയിരുന്നു പേഴ്സൺ. കാരണം വെച്ചാൽ അവർ നിർബന്ധിതരായിരുന്നു അതിൽ ചേരാൻ വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ അവർക്ക് ഓർഡർ കിട്ടുന്നില്ല. അവര് എന്താ പറയാ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. എന്താണ് വെയിറ്റ് ചെയ്യാണ്? ഇതിന്റെ വണ്ടി വരാൻ വേണ്ടി ഊബറിന്റെയും ഓലാന്റെ ഒക്കെ. അപ്പൊ അത് രജിസ്റ്റർ ചെയ്ത് അവർ നിർബന്ധ അവസ്ഥയിൽ രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു. സോ അവർക്കൊരു 100 rupees അപ്പം ഉണ്ടെങ്കിൽ അവർക്ക് എന്താ പറയുക ഒരു 20-30 rupees ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാല് ഹാർഡ്ലി ദേ ആർ നോട്ട് ഗെറ്റിംഗ് എനിത്തിങ് ടു ടേക്ക് ഹോം. അതാണ് അവർ പ്രശ്നം. BMA ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത്. അതെ അത് ചെയ്യാൻ പറ്റും. തീർച്ചയായും ആ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. Hopefully it should be implemented soon. ഇതൊരു വലിയൊരു സ്ട്രെങ്ത് ആണ് BMA എന്നുള്ളത്. ഈ BMAയിൽ അംഗങ്ങളാവാത്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇനിയൊരു സാധാരണ സൂപ്പർ മാർക്കറ്റ് ഇതുവരെ അംഗങ്ങളാകാത്തവർക്ക് എങ്ങനെ BMAയിലേക്ക് കോൺടാക്ട് ചെയ്യാം? അത് നമ്മളെ ഓഫീസ് ഇവിടെ നന്ദിദുർഗ റോഡിലാണ്. അവിടെ ഇന്ത്യൻ ബാങ്കിന്റെ മേലെയാണ് നമ്മുടെ BMA ഓഫീസ് ഉള്ളത്. പിന്നെ നമ്മുടെ കോൺടാക്ട് നമ്പർ ഏത് സൂപ്പർ മാർക്കറ്റിലും അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ചാൽ തന്നെ അറിയാൻ പറ്റും എന്താ പറയുക BMA പറ്റിയിട്ട്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. ആ ഫീ അവർ കെട്ടിയിട്ട് പിന്നീട് അവർ നമ്മുടെ ഒരു മെമ്പർ ആവാം. അവർക്ക് അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കും. പിന്നെ നമ്മൾ ഈ കമ്പനിക്കാർക്കൊക്കെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഓൺലി BMA ഔട്ട്ലെറ്റ്സിനാണ് നമ്മളൊരു സ്പെസിഫൈഡ് മാർജിനും കാര്യമൊക്കെ ഫിക്സ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ലിസ്റ്റ് നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തിട്ട് കമ്പനികൾക്ക് നമ്മൾ മെയിൽ അയച്ചു കൊടുക്കും അലോങ് വിത്ത് ദർ GST നമ്പർ. ആശീർവാദ് ഒരുപാട് ഉണ്ടാവും. പക്ഷെ എല്ലാ ആശീർവാദ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാ ആശീർവാദിലും ഈ ബെനിഫിറ്റ് കിട്ടില്ല. സോ അലോങ് വിത്ത് GST നമ്പർ വി പാസ് ഇറ്റ് ഓൺ ടു ദി suppliers or the distributors, and based on that the benefits what BMA has received അത് അവർക്ക് പാസ് ചെയ്ത് കൊടുക്കും. ആ രീതിയിലാണ്. പാർക്കിങ്ങിൽ അങ്ങനെ BMAയിൽ ചേരാൻ താല്പര്യമുള്ള ഔട്ട്ലെറ്റ്സ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഓൺലി മലയാളി ഔട്ട്ലെറ്റ്സ്, കന്നഡീസ് എല്ലാം ഉണ്ട്. ദേ ആർ ഓൾ പാർട്ട് ഓഫ് BMA. പിന്നെ പല സ്ഥലത്ത് കളവ് നടക്കുന്നുണ്ടല്ലോ. ഷോപ്പുകൾ കളവ് നടക്കുന്ന സമയത്ത് ആ കളവ് പിടിച്ചു കഴിഞ്ഞാൽ ആ കളവ് ചെയ്ത ആളെ ഫോട്ടോ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഈ വീഡിയോ അടക്കം നമ്മൾ എന്ത് ചെയ്യും നമ്മളെ ഗ്രൂപ്പിലിടും. നോട്ട് ഔട്ട്സൈഡ്, വിത്തിൻ ദ ഗ്രൂപ്പ്, സോ ദാറ്റ് അലേർട്ട് ഹാപ്പൻസ്. ഒരാള് കക്കുന്ന ഒരുത്തനാണെങ്കിൽ അങ്ങനെ ഒരുപാട് ആൾക്കാർ അവരെ ഈ കക്കുന്ന ജോലി ഒഴിവാക്കിട്ട് പോയിട്ടുണ്ട്. അതൊരു ജോലിയാണല്ലോ അവരെ. കാരണം ഫാമിലി കൊണ്ടൊക്കെ വരും, എന്നിട്ട് മോനെ കൊണ്ട് മെല്ലെ സാധനം കട്ടിട്ടൊക്കെ അങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇപ്പൊ പിൽഫ്രേജ് ഇസ് ഓൾസോ എ പ്രോബ്ലം ഫോർ മെയിൻ പ്രോബ്ലം ഫോർ these outlets, supermarkets. വളരെ നല്ലൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിരുന്നു. ഒരുപാട് നമ്മൾ അറിയാൻ ആഗ്രഹിച്ചതും നമ്മളെ എല്ലാ നമ്മുടെ പ്രേക്ഷകർ കേൾക്കേണ്ട വിഷയങ്ങളാണ്. ഒരുപാട് നമ്മൾ ഡെയിലി ലൈഫിൽ ബാധിക്കുന്ന വിഷയങ്ങൾ. എന്തായാലും ഞങ്ങളോട് സഹകരിച്ച് ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി. എന്നെ ക്ഷണിച്ചതിലും ഒരു അവസരം കിട്ടിയ സന്തോഷമുണ്ട്. യുഎസിനോടൊക്കെ ഒന്നും കൂടി പറയാനുള്ളത് തന്നെയാണ്, നിങ്ങൾ തോൽക്കാൻ വന്നവരല്ല, നിങ്ങൾ ജയിക്കും. ജയിക്കുന്നതിൽ നിങ്ങളും കൂടി ഒരു സപ്പോർട്ട് കൂടെ ഉണ്ടാവുക, അത്രേ പറയുന്നത്. ഓക്കെ, സൊമാറ്റോ, ബ്ലിങ്കിറ്റ് അവരെ പഴിചാരുന്നതിലോ കാര്യമില്ല. ഇതൊരു യുദ്ധമാണ്. ഇവിടെ വിജയിക്കണമെങ്കിൽ ടെക്നോളജി ഉപയോഗിച്ച് അവർക്കെതിരെ പൊരുതണം. ടെക്നോളജി ഉപയോഗിച്ച് എങ്ങനെ നമുക്കും വിജയിക്കാം എന്നതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മളുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ
ബാംഗ്ലൂർ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഷെയർ ചെയ്യുക. നമ്മളോടൊപ്പം കൂടെ ചേരുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം, താങ്ക് യു.